I'm your Gdsc cybersecurity analyst, and as a part of the team, we have Suraj as our Gdsc lead and Kim Shaji as our Gdsc cybersecurity advisor. Okay, so thank you for joining us on this important seminar about cybersecurity basics. So we will be discussing. First, we will be discussing. So I will give you a short overview about what we will be discussing today. So we will discuss some basic terms about cybersecurity, and by the end of session, we will cover most of the basic topics. And after that, we will discuss a few major cyber threats and like the common dangers present, like malware, phishing, and ransomware. And after that, we will take a few fundamentals of cybersecurity, like how to create a robust password and the significance of multi-factor authentication and different types of encryptions. So after that, uh, we will take about protection of personal data and increasing connectivity, and about like basically we'll have a deep details about network securities, and we will give information about how to protect your Wi-Fi routers and like that. So and after the end of the session, there will be Q&A sessions where you can ask your doubts. So you can note down the key points, or if you have any doubts, you can ask in the last. It will be our last session. So during the last 15 minutes, you can ask your doubts. So feel free to ask about anything related to cybersecurity. So let's begin. Okay, so first of all, let's discuss about some common cybersecurity terms. So first we are going to talk about malware. So what is a malware? It's basically malware is a short form for malicious software. It refers to any software specifically designed to harm, infect, or gain unauthorized access to computer systems. Examples include viruses, worms, and trojans. So that's basically a malware. Like it's used to infect. അതായത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ ഒക്കെ അതൊരു അറ്റാക്കേഴ്സ് ഒക്കെ ഒരു ഡെവലപ്പ് ചെയ്തൊരു ബഗ്ഗുള്ള എന്തെങ്കിലും ബഗ് എന്നല്ല വിളിക്കുക, അത് ലൈക്ക് ഹാം ഇന്റന്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. നമ്മുടെ ഇൻഫർമേഷനോ ഡേറ്റയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയായിരിക്കും അവർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഫിഷിംഗ്. ഓക്കെ, വാട്ട് ഇസ് ഫിഷിംഗ്? ഫിഷിംഗ് ഇസ് എ ഫോം ഓഫ് സൈബർ അറ്റാക്ക് വെയർ അറ്റാക്കേഴ്സ് ഇംപേഴ്സണേറ്റ് ലെജിറ്റിമേറ്റ് എൻറ്റിറ്റീസ്. അതായത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോ അതിലൊക്കെ ലൈക്ക് ഇപ്പോൾ ഒരു ക്ലോൺ വെബ്സൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് ലൈക്ക് അവർ നമുക്ക് ലൈക്ക് വേഗം ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ യു ആർ എൽ ചിലപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും, പക്ഷെ എന്തെങ്കിലുമൊക്കെ ലെറ്റേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ അത് ശരിക്കും അത് ഒറിജിനൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കത്തില്ലായിരിക്കും. സോ അതിൽ ചിലപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനോ പാസ്വേഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ചോർത്താൻ വേണ്ടി ഒരു ക്ലോൺ വെബ്സൈറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ഡേറ്റ ചോർത്താനാണ് ഫിഷിംഗ് ബേസിക്കലി അറ്റാക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു കോമൺ സൈബർ സെക്യൂരിറ്റി ടേം എന്ന് പറയുന്നത് റാൻസം വെയർ ആണ്. ഓക്കെ, സോ റാൻസം വെയർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മാൽവെയറിൽ വരുന്നതാണ്. അതായത് റാൻസം വെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിക്ടിംസിന്റെ ഫയൽ ഓർ എൻറ്റയർ സിസ്റ്റത്തെ അത് എഫക്ട് ചെയ്യും. അതായത് ഒരു 3-4 വർഷം മുമ്പ് ഒരു പോപ്പുലർ ആയിട്ടൊരു റാൻസം വെയർ ഉണ്ടായിരുന്നു. അതിന്റെ പേര് എല്ലാവർക്കും അറിയാതായിരിക്കും, വോണക്രൈ എന്ന് പറഞ്ഞ. അതായത് അത് ഹോസ്പിറ്റൽസും പിന്നെ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെയൊക്കെ ഡേറ്റാസിനെ എൻക്രിപ്റ്റ് ചെയ്യും. അതായത് റാൻസം വെയർ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് അവരുടെ ഫയൽസിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്തൊരു റാൻസം എന്ന് വെച്ചാൽ ഒരു എമൗണ്ട് ചോദിക്കുക. ആ റാൻസം പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഡീക്രിപ്ഷൻ കീ കിട്ടുമെന്ന് പറയും. പക്ഷെ അത് കൊടുത്താലും അവർ താഴണമെന്നില്ല. സോ മാക്സിമം നമ്മുടെ അടുത്തുനിന്ന് അവർ പൈസ മേടിക്കാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ വോണക്രൈ വന്ന സമയത്താണെങ്കിലും അവർ ചിലർ അങ്ങനെ പേ ചെയ്തിട്ടും അവരുടെ കയ്യിൽ നിന്ന് പൈസ പോയെന്നല്ലാതെ ലൈക്ക് അവർക്ക് അത് ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടിയില്ല. സോ റാൻസം വെയർ എന്ന് പറയുന്നത് അതിനെപ്പോഴും ഒരു ഡീക്രിപ്ഷൻ കീ കാണും. സോ
ആ കീ അതിൻ്റെ ഡെവലപ്പറിനായിരിക്കും അറിയുന്നത്, കാരണം അത് എൻക്രിപ്റ്റഡ്. സോ അത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എൻക്രിപ്ഷൻ കൂടുതൽ ഹയർ ആവും തോറും അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. സോ അതിന് കൗണ്ടർ സോഫ്റ്റ്വെയർസ് ഒക്കെ സ്റ്റിൽ ഓരോ ആൻറ്റിവൈറസ് കമ്പനീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ഫയർവാൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ലൈക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഫയർവാളിൻ്റെ ഒരു, അതായത് പെർമിഷൻ ചോദിക്കുന്നൊക്കെ വരാറില്ലേ? അതായത് വുഡ് യു ലൈക്ക് ടു ജോയിൻ ജോയിൻ ദിസ് ആസ് പബ്ലിക് നെറ്റ്വർക്ക് അങ്ങനെയൊക്കെ ചോദിച്ചു. സോ അതൊക്കെ നമ്മുടെ ഫയർവാളാണ് മാനേജ് ചെയ്യുന്നത്. അതായത് ഇൻഗോയിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ബേസ്ഡ് ഓൺ പ്രീ ഡിഫൈൻഡ് സെക്യൂരിറ്റി റൂൾസ്. അതായത് കുറച്ച് സെക്യൂരിറ്റി റൂൾസ് വെച്ചിട്ട് നമ്മുടെ നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ സെക്യൂരിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഫയർവാൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് എ ബാരിയർ ബിറ്റ്വീൻ എ ട്രസ്റ്റഡ് നെറ്റ്വർക്ക് ആൻഡ് അൺട്രസ്റ്റഡ് നെറ്റ്വർക്ക്സ് ലൈക്ക് ദി ഇന്റർനെറ്റ്. സോ അതാണ് ബേസിക്കലി ഫയർവാൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഓതന്റിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് വെരിഫൈങ് the identity of a user or device before granting access to system or data. Okay, common authentication methods include passwords, biometrics, and two-factor authentication. So authentication എന്ന് വെച്ചാൽ അതായത് നമ്മളാണ് ഒരു ഡിവൈസിലോട്ട് സൈൻ ഇൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ് ഓതന്റിക്കേഷൻ. ഫോർ എക്സാമ്പിൾ പാസ്വേഡ്സും ബയോമെട്രിക് ഫോണിലെ ടച്ച് ലോക്കും അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. സോ പാസ്വേഡ് ബേസിക്കലി ആ യൂസറിനെ വെരിഫൈ ചെയ്യാനുള്ള. പിന്നെ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഇപ്പോൾ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ചില OTP ബേസ്ഡ് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ, അതായത് പാസ്വേഡും കാണും, അതിൻ്റെ കൂടെ OTPയിൽ വെരിഫൈയും ചെയ്യും. ആ OTP എൻ്റർ ചെയ്യുമ്പോൾ നമ്മളാണെന്ന് ഡിവൈസിന് മനസ്സിലാവുകയും അത് നമ്മളെ ലോഗിൻ ആക്കുകയും ചെയ്യും. പിന്നെ വേറെ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഡിവൈസ് നമ്മുടേതാണെന്ന് കൺഫേം ആവും, അങ്ങനെ ലോഗിൻ ആവും. പിന്നെ വേറൊരു ടു ഫാക്ടർ ഓതന്റിക്കേഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഗൂഗിളിൽ ഓതന്റിക്കേറ്റർ ആപ്പ് ഉണ്ട്. സോ അതും വെച്ചും നമുക്ക് ഓതന്റിക്കേഷൻ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് എൻക്രിപ്ഷൻ എന്താ നോക്കാം. എൻക്രിപ്ഷനെ പറ്റി നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ encryption എന്ന് വെച്ചാൽ the process of converting data into code or cipher to prevent unauthorized access. It ensures that even if data is intercepted, it remains unreadable without the decryption key. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് എൻക്രിപ്ഷൻ ആണെങ്കിൽ നമ്മൾ നല്ല പേർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും, ഡിസ്ട്രക്റ്റീവ് പേർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഒരു ഹാക്കർ ഒരു എൻക്രിപ്ഷൻ മാൽവെയർ അല്ല റാൻസം വെയർ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് അപ്പോൾ അതിനൊരു ഡീക്രിപ്ഷൻ കീ ആണ്. ഡീക്രിപ്ഷൻ കീ ഇല്ലാതെ നമുക്ക് ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം ഒക്കെ ആയിരിക്കും. ലൈക്ക് സോ അതിനെ നമ്മളൊരു സൈഫർ എന്ന് വെച്ചാൽ എന്താ, ലൈക്ക് ഒരു സൈഫർ ഓർ കോഡ് എന്ന് വെച്ചാൽ അതായത് ആ ഒരു ഡെവലപ്പേഴ്സിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന അതായിരിക്കും. അതായത് ആ ഒരു ഡെവലപ്പർ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. സോ അത് വെച്ച് മാത്രമേ നമുക്കത് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൾണറബിലിറ്റിനെ പറ്റിയാണ്. സോ വൾണറബിലിറ്റി എന്താണ്? weakness or flaws in a system security that can be exploited by hackers. Patching vulnerabilities is crucial to maintaining cyber security. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കോഡൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ബഗ്സ് പോലെ വരാറില്ലേ. സോ അതുപോലെ തന്നെ ലൈക്ക് അത് നമ്മൾ ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്സ് ഉണ്ട്. ഡിറ്റക്ട് ചെയ്ത സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അപ്പോൾ തന്നെ അത് റിസോൾവ് ചെയ്ത് ഇറക്കും. സോ വൾണറബിലിറ്റി എന്ന് വെച്ചാൽ സിസ്റ്റത്തിലുള്ള എന്തെങ്കിലും കോഡിലോ എന്തെങ്കിലും ഉള്ള ഒരു ഫ്ലോസ് കാരണം നമുക്ക് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അറ്റാക്കേഴ്സ് അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കും. സോ അതാണ് വൾണറബിലിറ്റി. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പാച്ച് ആണ്. സോ പാച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഫോൺസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഫോൺസ് ആണെങ്കിലും വിൻഡോസിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യത്തില്ലേ. സോ അതാണ് പാച്ച് എന്ന് ബേസിക്കലി പറയുന്നത്. അതായത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസും അപ്ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളും ഫിക്സസും ഒക്കെയാണ്. ബഗ് ഫിക്സസ് എല്ലാമാണ് പാച്ച് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെ ആണെങ്കിലും എല്ലാ OSന്റെ ആണെങ്കിലും ലേറ്റസ്റ്റ് സെക്യൂരിറ്റി ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറിലോട്ട് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബഗ് കാരണം നമ്മുടെ ഡേറ്റ ബ്രീച്ചോ അങ്ങനത്തെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് 0 day vulnerability എന്താന്ന് നോക്കാം. ഓക്കെ, security vulnerability that is not
yet known to the software vendor or public. Cyber criminals may exploit such vulnerabilities before they are discovered and patched. അതായത് സീറോ ഡേ വൾണറബിലിറ്റി എന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഒരു ഒരു ദിവസത്തിനുള്ളിൽ അത് ലൈക്ക് അവർക്ക് അത് കണ്ടുപിടിക്കാനുള്ള ടൈം കിട്ടിയില്ല, ഓർ അവരത് കണ്ടുപിടിച്ചില്ല, അതിനു മുമ്പേ അറ്റാക്കേഴ്സ് കണ്ടുപിടിച്ചു. സോ അവരത് നേരത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തു തുടങ്ങും. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ പറയുകയെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും ഒരു കാസിനകത്ത് നിൽക്കുകയെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു കാസിൽ നല്ല പ്രൊട്ടക്റ്റഡാണ്, ലൈക്ക് ഫ്രണ്ടിൽ നിന്ന് മാത്രമേ അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. സോ അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ ലൈക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ലൈക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ഹിഡൻ പാസേജ് കണ്ടുപിടിച്ചെന്ന് വെച്ചോ, ടണലിൻ്റെ അകത്തോട്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആ സെക്യൂരിറ്റി ഗാർഡ്സിനൊക്കെ ഒരു സർപ്രൈസ് പോലെ ആയിരിക്കും. സോ അതാണ് സീറോ ഡേ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ അങ്ങനെ ഒരു ലൈക്ക് അറ്റാക്കേഴ്സ് ഡെവലപ്പേഴ്സിന് മുമ്പേ അത് കണ്ടുപിടിക്കും. സോ അതാണ്, അതിനെയാണ് സീറോ ഡേ വൾണറബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി. സോ എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളൊക്കെ. അപ്പോൾ അതിൽ എൻഡ് പോയിന്റ്സ് എന്ന് വെച്ചാൽ എൻഡ് യൂസേഴ്സ്, എൻഡ് പോയിന്റ് സെക്യൂരിറ്റി, അതായത് പ്രൊട്ടക്ടിങ് ഇൻഡിവിജ്വൽ ഡിവൈസസ് സച്ച് ആസ് computers, smartphones, and tablets from security threats using security software policies and practices. അതായത് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസും AVG ആൻറ്റിവൈറസ്, അങ്ങനെ വിൻഡോസ് ഡിഫൻഡർ, അങ്ങനെ കുറേ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ സെക്യൂരിറ്റി ഇംപ്രൂവൈസ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ. അടുത്തത് ഇൻസിഡന്റ് റെസ്പോൺസ് എന്താണെന്ന് നോക്കാം. ഇൻസിഡന്റ് റെസ്പോൺസ് എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് approach to addressing and managing the aftermath of a cybersecurity incident, including analyzing the incident, containing it, and recovering from it. സോ അതായത് ഒരു സൈബർ സെക്യൂരിറ്റി ബ്രീച്ച്, ഡേറ്റ ബ്രീച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നു. അപ്പോൾ നമ്മൾ ഈ ഡെവലപ്പേഴ്സ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ബ്രീച്ച് നടന്നു അതിനെയൊക്കെ അനലൈസ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിനാണ് ഇൻസിഡന്റ് റെസ്പോൺസ് എന്ന് പറയുക. എന്നിട്ട് അതിനുള്ള പാച്ചും എല്ലാം ഇറക്കും, മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ നോക്കും. സോ അങ്ങനത്തെ ഫിക്സസ് ഒക്കെ ചെയ്യുന്നതിനാണ് ഇൻസിഡന്റ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്താന്ന് നോക്കാം. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ നമുക്ക് കോൾ സെന്റേഴ്സിൽ നിന്നൊക്കെ, ലൈക്ക് മൈക്രോസോഫ്റ്റിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണെന്ന് വിളിച്ചൊക്കെ നമുക്ക് കോൾസ് ഇടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ അവർ ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് OTP ക്രെഡിറ്റ് കാർഡ് നമ്പറും അങ്ങനത്തെ ഒരു OTP വരുമ്പോൾ അതൊക്കെ പറഞ്ഞാണോ എന്ന് പറഞ്ഞു. അത് ബേസിക്കലി സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ യൂസ് ബൈ cyber criminals to trick individuals into divulging confidential information or performing actions that compromise security. സോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ. ടു ഫാക്ടർ ഓതന്റിക്കേഷൻ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് അതാണെങ്കിൽ 2 ടൈംസ് നമ്മൾ വെരിഫൈ ചെയ്യണം. അതായത് ഒന്ന് പാസ്വേഡും പിന്നെ അതെന്ന് വെച്ചാൽ ആ ഡിവൈസ് നമ്മുടെ കയ്യിലാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഓക്കെ. അടുത്ത് നമുക്ക് പെൻട്രേഷൻ ടെസ്റ്റിംഗ് എന്താന്ന് നോക്കാം. ഓക്കെ. ഓർ അതിനെ പെൻ ടെസ്റ്റ് എന്നും ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ the practice of simulating cyber attacks on systems, networks, or applications to identify vulnerabilities before malicious actors can exploit them. അതായത് പെൻ ടെസ്റ്റിംഗ് ആണ് സൈബർ സെക്യൂരിറ്റിയിൽ ഒരു മേജർ റോള് പ്ലേ ചെയ്യുന്നത്. അതായത് നമ്മളൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചു. അപ്പോൾ അതിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ വൾണറബിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് പെൻ ടെസ്റ്റിംഗ് ടൂൾസ്, അതായത് പെൻ ടെസ്റ്റിംഗ് ടൂൾസ് ലൈക്ക് കുറേ ടൈപ്സ് ഓഫ് ടൂൾസ് ഉണ്ട്. വയർ ഷാർക്ക്, പിന്നെ അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ പിന്നീട് ഒരിക്കൽ പഠിക്കും. സോ അങ്ങനത്തെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നെറ്റ്വർക്കിനെ അനാലിസിസ് ചെയ്യാം. പിന്നെ അതിൻ്റെ വൾണറബിലിറ്റീസും അതിനെ എന്തൊക്കെ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ പാച്ച് ചെയ്ത് അതിനെ റിസോൾവ് ചെയ്യുന്നതിനാണ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. സോ അത് ബേസിക്കലി ഒരു റിസോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് പെൻട്രേഷൻ ടെസ്റ്റിംഗ്, വൾണറബിലിറ്റീസ് കണ്ടുപിടിച്ചത്. ഓക്കെ. അടുത്തതെന്ന് വെച്ചാൽ പാച്ച് മാനേജ്മെന്റ്. ഓക്കെ. ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി അപ്ലൈയിങ് പാച്ചസ് ആൻഡ് അപ്ഡേറ്റ്സ് ടു സോഫ്റ്റ്വെയർ systems to keep them secure and up to date. നേരത്തെ പറഞ്ഞ പോലെ പാച്ചിങ്ങിൻ്റെ തന്നെ ഒരു ഭാഗമാണ് പാച്ച് മാനേജ്മെന്റ്. അതായത് നിങ്ങൾ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് മാക്സിമം സെക്യൂർ ആക്കാൻ വേണ്ടിയാണ് പാച്ച് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഡേറ്റ ബ്രീച്ച് ആണ്. അതായത് അൺഓതറൈസ്ഡ് ആക്സസ് ഓർ എക്സ്പോഷർ ഓഫ് സെൻസിറ്റീവ് or confidential data to an untrusted environment, often due to a security incident. ഡേറ്റ ബ്രീച്ചും ഈ വൾണറബിലിറ്റീസും ഒക്കെ കാരണം അതൊക്കെ കൊണ്ടാണ് ബേസിക്കലി എപ്പോഴും നടക്കുന്നത്. ഓർ
ഒരു പുറത്ത് നിന്ന് ഒരു ആക്സസ് നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഡേറ്റ ബ്രീച്ച് നടക്കുന്നത്. സോ ബേസിക്കലി ഡേറ്റ ബ്രീച്ച് ലൈക്ക് ഇപ്പോൾ മിക്ക കമ്പനീസിൽ നിന്നും നടക്കുന്നുണ്ട്. സോ അതിനൊക്കെ അവർ മാക്സിമം കെയർഫുൾ ആയിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ. ഓക്കെ, ഇനി നമുക്ക് സോ അത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് വാട്ട് ഈസ് സെക്യൂരിറ്റി എന്ന് നോക്കാം. ഓക്കെ, cyber security is a process that is designed to protect networks and devices from external threats. Business typically employs cybersecurity professionals to protect their confidential information. അതായത് നമ്മുടെ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് അവരെയൊക്കെ നമ്മൾ ഹയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അതായത് പുറത്തുള്ള ത്രെറ്റ്സിൽ നിന്നും ഒക്കെ നമ്മുടെ സിസ്റ്റത്തെയോ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനെയോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദ വേൾഡ് ഓഫ് സൈബർ സെക്യൂരിറ്റി റിവോൾവ്സ് അറൗണ്ട് ദ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് CIA ട്രയഡ്. അതായത് C stands for confidentiality, I stands for integrity, and A stands for availability. So privacy means data can be accessed only by authorized parties. So പിന്നെ integrity means information can be added, altered, or removed only by authorized users. And availability means systems, functions, and data must be available on demand and according to agreed upon parameters. Okay, അപ്പോൾ the main element of cybersecurity is the use of authentication mechanisms. Like മാക്സിമം നമ്മൾ എത്രത്തോളം ഓതന്റിക്കേഷൻ പ്രോസസ് ഉണ്ടോ അത്രയും കൂടുതൽ സെക്യൂർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, യൂസർ ഐഡന്റിഫൈസ് ആൻ അക്കൗണ്ട് that a user wants to access, while a password is a mechanism that proves that the user is who he claims to be. So നമുക്കിനി ടൈപ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി നോക്കാം. അതായത് എവറി ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സെക്യൂരിറ്റീസ് കാണും. അതായത് these systems have a strong cybersecurity posture that requires coordinated efforts across all its systems. Therefore, we can categorize cybersecurity in the following subdomains. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് സോ ഇത്രയും, അതായത് അതിന് പല ലെവൽസ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആണ്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ it involves implementing the hardware and software to secure a computer network from unauthorized access, intruders, attacks, disruption, and misuse. This security helps an organization to protect its assets against external and internal threats. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ, അതായത് ലൈക്ക് ബേസിക്കലി നമ്മളെ കൂടുതൽ പ്രൊട്ടക്റ്റഡ്, ആ ഒരു കമ്പനി ഓർഗനൈസേഷനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡേറ്റാസ് ലീക്ക് ആവാതെ ഇരിക്കാനും പിന്നെ കൂടുതൽ അങ്ങനത്തെ നെറ്റ്വർക്ക്സ് വഴി ലീക്ക് ആവാതിരിക്കാനും ഉള്ള സെക്യൂരിറ്റീസ് മെഷേഴ്സുമാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി. ഇറ്റ് ഇൻവോൾവ്സ് ദ protecting the software and devices from unwanted threats. This protection can be done by constantly updating the apps to ensure they are secure from attacks. Successful security brings in the design stage, writing code, validation, threat modeling, etc. before a program or device is deployed. So നേരത്തെ പറഞ്ഞ പോലെ, അതായത് എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനെ അതിൻ്റെ റിസോൾവ് ചെയ്തിട്ട് നമ്മൾ അതിനെ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ലൈക്ക് അത് മാക്സിമം സേഫ് ആണെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട്, അതായത് ആപ്ലിക്കേഷൻ വഴി ഡിവൈസിനെ അത് എഫക്റ്റ് ചെയ്യത്തില്ലെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം അത് നമ്മൾ റിലീസ് ചെയ്യുന്നതിനാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻഫർമേഷൻ ഓർ ഡേറ്റ സെക്യൂരിറ്റി. അതെന്ന് വെച്ചാൽ, അതായത് it involves implementing a strong data storage mechanism to maintain the integrity and privacy of data both in storage and in transit. So അത് ബേസിക്കലി ഡേറ്റ, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡേറ്റ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. അത് പല ലെവൽസ് ഓഫ് എൻക്രിപ്ഷൻ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വെച്ചായിരിക്കും ഡേറ്റ മിക്കപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ എൻക്രിപ്ഷൻ യൂസ് ചെയ്യാത്തപ്പോഴും, അല്ലെങ്കിൽ ആ എൻക്രിപ്ഷൻ ലൈക്ക് വീക്ക് ആയിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ ആണെങ്കിൽ നമുക്ക് തന്നെ ബ്രൂട്ട് ഫോഴ്സിങ് അല്ലെങ്കിൽ അല്ലാതുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് വെച്ച് നമുക്ക് തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ ബ്രൂട്ട് ഫോഴ്സിനെ പറ്റി കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ്, സോ അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡേറ്റ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. പിന്നെ ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ്.
ഐഡന്റിറ്റി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ it deals with the procedure for determining the levels of access that each individual has with an organization. അതായത് ഒരു ഓർഗനൈസേഷനിൽ പല ലെവൽസ് ഓഫ് ആൾക്കാർ കാണും അത് മാനേജ് ചെയ്യുന്നത്. സോ അതിൽ ലൈക്ക് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ അതിലോട്ട് റെസ്ട്രിക്റ്റഡ് ആക്സസ് ആണ്, അതിൽ കുറച്ച് മെമ്പേഴ്സിന് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. സോ ആ ഒരു ലെവൽ ഓഫ് ആക്സസ് ഈച്ച് ഇൻഡിവിജ്വലിന് എത്രത്തോളം ആണെന്ന് ഡിറ്റർമൈൻ ചെയ്ത് അതിൻ്റെ മാക്സിമം കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിനെയാണ് ഐഡന്റിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് operational security. It involves processing and making decisions on handling and securing data assets. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അതായത് അതിൽ ഡിഫറെൻറ്റ് പ്രോസസ്സ് വരുമ്പോൾ അതിൽ എന്തെങ്കിലും ബഗ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിൽ ഡിസിഷൻസ് ഓൺ ഹാൻഡ്ലിങ് ആൻഡ് സെക്യൂറിങ് ഡേറ്റ അസറ്റ്സ്, അതായത് അതിലൊരു വൾണറബിലിറ്റി ഇല്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഓപ്പറേഷണൽ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. പിന്നെ മൊബൈൽ സെക്യൂരിറ്റി. ഇറ്റ് ഇൻവോൾവ്സ് സെക്യൂറിങ് ദ ഓർഗനൈസേഷണൽ and personal data stored on mobile devices such as cell phones, computers, tablets, and other similar devices against various malicious threats. These threats are unauthorized access, device loss or theft, or malware. Okay, അപ്പോൾ മൊബൈൽ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ നമുക്ക് ഫൈൻഡ് മൈ ഡിവൈസ്, ഫൈൻഡ് മൈ ഫോൺ, അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെ വെച്ച് നമുക്ക് ഇപ്പോൾ ഫോൺ വല്ലതും ലോസ്റ്റ് ആയാലോ അങ്ങനെ വല്ലതും കണ്ടുപിടിക്കാൻ ഉള്ള മെത്തേഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ പറയുന്നത് ലൈക്ക് ഡേറ്റ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ മൊബൈലിൻ്റെ കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് തന്നെ നമുക്ക് അവിടെ തന്നെ ഒരു ഇൻബിൽറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ അത് അത്രയും സെക്യൂർ ആണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതിന് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത വൈറസസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ അത് കംപ്ലീറ്റ്ലി സെക്യൂർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർ എപ്പോഴും അത് ഇമ്പ്രൂവ്, ഓരോ പാച്ചിലും അത് ഓരോ തവണയും അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അടുത്തത് cloud security. So it involves in protecting the information stored in the digital environment or cloud architectures for the organization. It uses various cloud service providers such as AWS. AWS എന്ന് വെച്ചാൽ Amazon Web Service, Azure പിന്നെ Google Extra to ensure security against multiple threats. So ഇവരൊക്കെ ലാർജസ്റ്റ് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെയാണ്. സോ ഇവർ മാക്സിമം അവരുടെ ഒരു ക്ലൗഡ് സെക്യൂർ ആയിട്ട് ഇപ്പോൾ വെബ്സൈറ്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈക്ക് ലാർജസ്റ്റ് പ്രൊവൈഡേഴ്സ് ഓഫ് ക്ലൗഡ് ഡേറ്റ അങ്ങനത്തെ ഇരുന്നു. സോ ഇവർ മാക്സിമം അവരുടെ സെക്യൂരിറ്റി ഇംപ്രൂവൈസ് ചെയ്യാനാണ് നോക്കുന്നത്. സോ അവരുടെ ഒരു ഡേറ്റ ബ്രീച്ച് വന്നാൽ അത് മില്യൺസ് ഓഫ് യൂസേഴ്സിൻ്റെ ഡേറ്റയാണ് ബ്രീച്ച് ചെയ്യുന്നത്. സോ അവരതിൻ്റെ എപ്പോഴും അതിൻ്റെ മാക്സിമം ഡെവലപ്മെൻറ്റിൽ മാക്സിമം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ക്ലൗഡ് സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. Okay, disaster recovery and business continuity planning. It deals with the process, monitoring, alerts, and plans to how an organization responds when any malicious activity is causing the loss of operations of data. Policies dictate resuming the lost operations after any disaster happens to the same operating capacity as before the event. Okay, disaster recovery and business continuity plan. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഒരു വൈറസ് വല്ല എഫക്ട് ചെയ്തു, വൈറസ് ഓർ മലീഷ്യസ് മാൽവെയർ അങ്ങനത്തെ എഫക്ട് ചെയ്തു. സോ അവരെങ്ങനെ ആ ഒരു ബിസിനസ് ഇപ്പോൾ ലൈക്ക് ഈ മാൽവെയർ എഫക്റ്റ് ആയാൽ ലൈക്ക് അവരുടെ ബിസിനസ്സിനെ തന്നെ കംപ്ലീറ്റ്ലി ബാധിക്കും. സോ അതെങ്ങനെ അവർ റിക്കവർ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാനിംഗ് എന്ന് പറയുന്നത്. Okay, അടുത്ത യൂസർ എഡ്യൂക്കേഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് പ്രോസസ് മോണിറ്ററിംഗ്, alerts, and plans how an organization responds when any malicious activity is causing the loss of operations or data. Its policies dictate resuming the loss operations after any disaster happens to the same operating capacity as before the event. So അത് ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മുടെ യൂസേഴ്സിലെ ഓർഗനൈസേഷൻ അല്ല സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ അങ്ങനത്തെ വീണ്ടും ഒരു ആക്ടിവിറ്റി വന്നാൽ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യുക അങ്ങനത്തെ രീതിയിലൊക്കെ അവർ എഡ്യൂക്കേറ്റ് ചെയ്ത് വെക്കും. സോ അങ്ങനത്തെ എങ്ങനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി അവർ പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇമ്പോർട്ടൻസ് ഓഫ് സൈബർ സെക്യൂരിറ്റി ഒക്കെ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്. സോ ലൈക്ക് in this modern digital era, we all of us depend on networks, computers, and other electronic devices and software applications. All critical infrastructure such as banking, healthcare, financial institutions,
governments and manufacturing industries use device connected to the internet. So ഇതുപോലത്തെ എല്ലാ സ്ഥാപനങ്ങളും ലൈക്ക് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. സോ അത് അവരുടെ ഒരു കോർ പാർട്ട് ഓഫ് ദർ ഓപ്പറേഷൻ. സോ സം ഓഫ് ദ ഇൻഫർമേഷൻ സച്ച് ആസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അവർക്കൊക്കെ ലൈക്ക് നല്ല ഹ്യൂജ് എമൗണ്ട് ഓഫ് ലൈക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ കാണും. സോ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ ഡേറ്റാസ് ആയിരിക്കും. ഹോസ്പിറ്റൽസിനാണെങ്കിലും ബാങ്കിങ്സിനാണെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അങ്ങനത്തെ ലൈക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ലൈക്ക് അവർക്കൊരു ഡേറ്റ ബ്രീച്ച് വന്നാൽ അവർക്ക് അത്രയും ലോസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഇതായിരിക്കും. സോ അതിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ലൈക്ക് അത് ലീക്ക് ആയാലും അവർക്ക് ഭയങ്കര നെഗറ്റീവ് കോൺസിക്വൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. സോ ലൈക്ക് ദിസ് ഇൻഫർമേഷൻ ഗിവ്സ് intruders and threat actors to infiltrate them for financial gain, political or social motives, or just vandalism. So അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിനു വേണ്ടി നമ്മൾ മാക്സിമം സൈബർ സെക്യൂരിറ്റീനെ ഇംപ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്. സൈബർ സെക്യൂരിറ്റി is now an international concern that hacks the system, and other security attacks could endanger the global economy. Therefore, it is essential to have an excellent cybersecurity strategy to protect sensitive information from high-profile security breaches. അതായത് ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇങ്ങനത്തെ കമ്പനീസിൽ നിന്ന് ലൈക്ക് ഹൈ പ്രൊഫൈൽ സെക്യൂരിറ്റി ബ്രീച്ച് എന്ന് വെച്ചാൽ ലൈക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ ബ്രീച്ച് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം സൈബർ സെക്യൂരിറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കും. സോ ഫർദർമോർ, ആസ് ദ വോളിയൂം ഓഫ് സൈബർ അറ്റാക്ക് ഗ്രോസ്, കമ്പനീസ് ആൻഡ് ഓർഗനൈസേഷൻ, എസ്പെഷ്യലി those that deal with information related to national security, health, or financial records, need to use strong cybersecurity measures and process to protect their sensitive business and personal information. So, ഇനി നമുക്ക് സൈബർ സെക്യൂരിറ്റിയുടെ ഗോൾസ് എന്താന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CIA ട്രയഡ്, അതായത് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. സോ ഈ ഒരു ഗോൾസ് വെച്ചാണ് ഡേറ്റ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കുന്നത്. അതായത് ദ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി പ്രൊവൈഡ്സ് എ ട്രയാങ്കിൾ ഓഫ് three related principles to protect data from cyber attacks. This principle is called CIA thread. So ഈ ഒരു മോഡൽ വെച്ചാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അതെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. സോ അതെന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് അപ്പോൾ അതിനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ confidentiality is equivalent to privacy that avoids unauthorized access to information. It involves ensuring the data is accessible by those who are allowed to use it and blocking access to others. It prevents essential information from reaching the wrong people. Data encryption is an excellent example of ensuring കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി ഉണ്ടെന്ന് വെച്ചാൽ ആ കമ്പനിയിൽ കുറച്ച് പേർക്ക് മാത്രമേ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസിലോട്ട് ആക്സസ് ആവുള്ളൂ. സോ അവർ സോ അത് കുറച്ച് പേർക്ക് ആക്സസ് ലിമിറ്റ് ചെയ്താൽ ലൈക്ക് നമുക്ക് അത് ആർക്കൊക്കെ ആക്സസ് ഉണ്ട് ആ ഒരു ഡേറ്റ ബ്രീച്ച് വരാതിരിക്കാൻ നമുക്ക് ഒരുവിധം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ഒരു അഡ്മിൻ കാണും, അവർക്ക് മാത്രമായിരിക്കും അതിൽ ആ ഒരു ഡേറ്റയിലോട്ട് ആക്സസ്, അവർക്ക് മാത്രമായിരിക്കും അത് അതിൻ്റെ ഡീക്രിപ്ഷൻ പാസ്വേഡ് ഒക്കെ കാണുന്നത്. സോ അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ ദ പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് ദാറ്റ് ദ ഡേറ്റ ഈസ് ഓതൻറ്റിക്, accurate, and safeguarded from unauthorized modification by threat actors or accidental user modification. If any modifications occur, certain measures should be taken to protect the sensitive data from corruption or loss and speedily recover from such an event. In addition, it indicates to make the source of information genuine. അതായത് ഈ ബാക്കപ്പ് എന്നൊക്കെ പറയത്തില്ല, അതായത് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഒക്കെ കാണും. സോ അങ്ങനത്തെ ബാക്കപ്പ് വെച്ചൊക്കെ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഡേറ്റനെ ഇൻ കേസ് എനി ആക്സിഡൻ്റൽ യൂസർ മോഡിഫിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതിൻ്റെ ഒരു അതായത് നമുക്കിപ്പോൾ വിൻഡോസിലാണെങ്കിൽ ഗോ ടു പ്രീവിയസ് വേർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിനാണെങ്കിലും ഗോ ടു പ്രീവിയസ്, അത് നമുക്ക് എനേബിൾ ചെയ്തിടാൻ പറ്റും. സോ അപ്പോൾ എന്തെങ്കിലും ഒരു വൈറസ് അറ്റാക്കോ അങ്ങനെ വല്ലതും വന്നാൽ അതിൻ്റെ ഒരു ബാക്കപ്പ് ഫയൽ കാണും. ബാക്കപ്പ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നേരത്തെ ഒരു വേർഷനിലോട്ട് പോകാം. സോ നമുക്കതിൻ്റെ ആ ഒരു ആക്സിഡൻഷ്യൽ യൂസർ മോഡിഫിക്കേഷനോ അങ്ങനത്തെ ഒന്നും വരത്തില്ല. അതാണ് ഇൻറ്റഗ്രിറ്റി. അടുത്തത് അവൈലബിലിറ്റി എന്താണെന്ന് നോക്കുക. അവൈലബിലിറ്റി എന്ന് വെച്ചാൽ this principle makes the information to be available and useful for its authorized people always. It ensures that these accesses are not hindered by system malfunction or cyber attacks. സോ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ അതായത് നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് ആക്സസ് കാണും. അതായത് ദിസ് പ്രിൻസിപ്പിൾ മേക്ക് ദ ഇൻഫർമേഷൻ ടു ബി അവൈലബിൾ ആൻഡ് യൂസ്ഫുൾ ഫോർ ഇറ്റ്സ് ഓൺലി ഓത്തറൈസ്ഡ്
പീപ്പിൾ. സോ അതാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂന്ന് ബേസിക് പ്രിൻസിപ്പിൾസ്, ഈ ഒരു മൂന്ന് പ്രിൻസിപ്പിൾസിലാണ് നമ്മളെപ്പോഴും ഡേറ്റ സെക്യൂരിറ്റീനെ ബൈൻഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ടൈപ്സ് ഓഫ് സൈബർ ത്രെഡ്സ് നോക്കാം. ടൈപ്സ് ഓഫ് സൈബർ ത്രെഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്. അതായത് a threat in cybersecurity is a malicious activity by an individual or organization to corrupt or steal data, gain access to a network, or disrupt digital life in general. The cyber community defines the following threats available today. Okay, അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് സൈബർ ത്രെഡ്സ് നോക്കാം. അതെന്ന് വെച്ചാൽ മാൽവെയർ ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് ഉണ്ട്, ബ്രൂട്ട് ഫോഴ്സ് ഉണ്ട്, SQL ഇഞ്ചക്ഷൻ ഉണ്ട്, ഡൊമൈൻ നെയിം സർവീസ് അറ്റാക്ക് ഉണ്ട്. സോ മാൽവെയർ നേരത്തെ പറഞ്ഞ പോലെ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. സോ അതിന്റെ ടൈപ്സ് എന്ന് വെച്ചാൽ വൈറസ് ഉണ്ട്, സ്പൈവെയർ ഉണ്ട്, ട്രോജൻസ് ഉണ്ട്, റാൻസം വെയർ ഉണ്ട്. സോ വൈറസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മലീഷ്യസ് പീസ് ഓഫ് കോഡ് ദാറ്റ് സ്പ്രെഡ്സ് ഫ്രം വൺ ഡിവൈസ് ടു അനദർ. ഇറ്റ് ക്യാൻ ക്ലീൻ files and spread throughout a computer system. So virus എന്ന് വെച്ചാൽ ബേസിക്കലി വൈറസ് എന്നുള്ള ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു ഇതിൽ നിന്ന് ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് സ്പ്രെഡ് ആവാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ ഫയൽസിനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റേനൊക്കെ അത് ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് വൈറസ് ചെയ്യുന്നത്. പിന്നെ സ്പൈവെയർ എന്ന് വെച്ചാൽ അതായത് ഇറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് സീക്രറ്റ്ലി റെക്കോർഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് user activities on their system. For example, spyware could capture credit card details that can be used by the cyber criminals for unauthorized shopping. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ സ്പൈവെയർ എന്ന് വെച്ചാൽ ഇപ്പോൾ അതായത് അതിലൊരു TCP കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോഴല്ല, അടുത്ത സെമിനാറിനോ വർക്ക്ഷോപ്സിനോ അങ്ങനത്തെ സമയത്ത് എല്ലാം പഠിപ്പിക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സ്പൈവെയർ ബേസിക്കലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് അതിലൊരു TCP കണക്ഷൻ പ്രോട്ടോക്കോൾ. സോ ആ പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് നമ്മുടെ ഡേറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ആ പെർമിഷൻ എനേബിൾ ചെയ്താൽ ലൈക്ക് ഇപ്പോൾ നമ്മുടെ ക്യാമറ വരെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ അത് വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോട്ടോസ് ലൈക്ക് ഇപ്പോൾ ക്യാമറ ആക്സസ് ചെയ്ത് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അങ്ങനത്തെ കോൺഫിഡൻഷ്യൽ ഡേറ്റാസ് വരെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് നമ്മൾ ട്രോജൻസിനെ പറ്റി നോക്കും. ട്രോജൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ഓർ കോഡ് ദാറ്റ് അപ്പിയേഴ്സ് ആസ് ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ ഫൈൽ ടു ഫൂൾ us into downloading and running. Its primary purpose is to corrupt or steal data from our device or do other harmful activities on our network. So നമ്മൾ എല്ലാവർക്കും എപ്പോഴേലും ഒക്കെ ഒരു ട്രോജൻ വൈറസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈറേറ്റഡ് കണ്ടന്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുകയെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് അത് ശരിക്കും ആക്ച്വലി അങ്ങനത്തെ ഒരു ഫയലല്ല, അത് പക്ഷെ മാൽവെയർ. അതിപ്പോൾ നമ്മുടെ സിസ്റ്റത്തെ കംപ്ലീറ്റ്ലി അഫക്റ്റ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ അത് ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ ആയിരിക്കത്തില്ല, പക്ഷെ ആ ഫയലിന്റെ സെയിം ക്രാക്ഡ് വേർഷനോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ അതിന്റെ കൂടെ ട്രോജൻ വൈറസ് ഉണ്ടാകും. സോ കംപ്ലീറ്റ് നമ്മൾ മറ്റേ യൂസർ അഡ്മിൻ പ്രിവിലേജും കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തെ കംപ്ലീറ്റ്ലി അത് അഫക്റ്റ് ആകും. സോ അങ്ങനെയാണ് ട്രോജൻസ് വർക്ക് ആവുന്നത്. അടുത്തത് റാൻസം വെയർ നേരത്തെ പറഞ്ഞ ആണല്ലോ. അതായത് അതിനെ യൂസർ ഫയൽസും ഡേറ്റനെ അത് എൻക്രിപ്റ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മളോട് റാൻസം എമൗണ്ട് ചോദിക്കും. ലൈക്ക് ഇത്ര എമൗണ്ട് തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഡീക്രിപ്ഷൻ കീ തരാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റാൻസം വെയർ ചെയ്യുന്നത്. പിന്നെ വേംസ്, it is a piece of software that spreads copies of itself from device to device without human interaction. It does not require them to attach themselves to any program to steal or damage the data. അതായത് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാം ലൈക്ക് സ്റ്റാൻഡ് അലോൺ അല്ല. അതായത് അതിന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ ചേർത്താണ് അത് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഇതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് സ്പ്രെഡ് കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ് ഫ്രം ഡിവൈസ് ടു ഡിവൈസ് വിത്തൗട്ട് ഹ്യൂമൻ ഇൻട്രാക്ഷൻ. സോ അങ്ങനത്തെ രീതിയിൽ സ്പ്രെഡ് ആവുന്നതാണ് വേംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തത് ആഡ്വെയർ എന്ന് വെച്ചാലും അതൊരു ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. അതായത് ഇറ്റ് ഈസ് ആൻ അഡ്വർടൈസിങ് സോഫ്റ്റ്വെയർ യൂസ് ടു സ്പ്രെഡ് മാൽവെയർ ആൻഡ് ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ്സ് ഓൺ അവർ ഡിവൈസ്. അപ്പോൾ നമ്മൾ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മൾ അലോ കൊടുക്കുക, നമ്മൾ ചിലപ്പോൾ അതിൽ പോളിസിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ എല്ലാം അലോ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് റിഫ്രഷ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് അതായത് ഇങ്ങനത്തെ ആഡൊക്കെ വന്നുകൊണ്ടിരിക്കും. സോ അതാണ് ബേസിക്കലി ആഡ്വെയർ എന്ന് പറയുന്നത്.
അടുത്തത് botnets. It's a collection of internet-connected malware-infected devices that allow cybercriminals to control them. It enables cybercriminals to get credentials leak, unauthorized access, and data theft without the user's permission. So അതെന്ന് വെച്ചാൽ ബോട്ട്സിനെ ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലൈക്ക് അത് ക്രെഡൻഷ്യൽ ലൈക്ക് ഇപ്പോൾ ഓട്ടോമേഷൻ പോലെ ലൈക്ക് അവർക്ക് എനേബിൾ ചെയ്യാൻ പറ്റും ലൈക്ക് ഇങ്ങനത്തെ റെസ്പോൺസ് കൊടുക്കണം അങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്ത് ബോട്ടിനെ അവർ കാണിച്ചു. ആ ഒരു ഇത് വെച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ യൂസ് ചെയ്ത് ലൈക്ക് അവർ ബോട്ട്സിനെ കൊണ്ട് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ബോട്ട്നെറ്റ്സ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഫിഷിംഗ് എന്താ നോക്കാം. ഫിഷിംഗ് ഇസ് ഫിഷിംഗ് നേരത്തെ പറഞ്ഞതായിരുന്നു. അതായത് ഇപ്പോൾ സെൻട്രൽ നമുക്കൊരു ജെനുവിൻ ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യുക, അങ്ങനത്തെ രീതിയിൽ എന്നിട്ട് നമ്മുടെ ഡേറ്റാസ് ചോർത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫിഷിംഗിൽ നടക്കുന്ന ഇൻഫർമേഷൻ ഡേറ്റാസ് സച്ച് ആസ് ബാങ്കിങ് ഓർ ക്രെഡിറ്റ് കാർഡ്, സോഷ്യൽ സെക്യൂരിറ്റി നമ്പേഴ്സ്, യൂസർ നെയിംസ് ആൻഡ് പാസ്വേഡ്സ്. സോ അതിലിപ്പോൾ നമ്മൾ ഈവൻ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്താലും ലൈക്ക് ചിലപ്പോൾ അവർക്ക് ഒരു ആക്സസ് കൊടുക്കാൻ പറ്റും. അത് എത്രത്തോളം അവർ ലൈക്ക് ഇപ്പോൾ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ലൊക്കേഷൻ അറിയാൻ പറ്റും, IP അഡ്രസ്സ് അറിയാൻ പറ്റും, ലൈക്ക് അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. സോ അടുത്തത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അതെന്ന് വെച്ചാൽ a man in the middle attack is a type of cyber threat in which cyber criminal intercepts a conversation or data between two individuals. Once a cyber criminal places themselves in the middle of two-party communication, they seem like genuine participants and can get sensitive information and return different responses. The main objective of this type of attack is to gain access to a business or customer data. For example, a cyber criminal would intercept data between the target device and the network on an unprotected Wi-Fi network. So ഇതെന്ന് വെച്ചാൽ ഒരു അതായത് WPS അല്ലെങ്കിൽ WPA2 അങ്ങനത്തെ സെക്യൂരിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന വൈഫൈ നെറ്റ്വർക്ക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഒക്കെ ആണെങ്കിൽ ലൈക്ക് ലെസ് സെക്യൂർ ആയിട്ടുള്ള ഇതാണെങ്കിൽ നമുക്ക് അതിലോട്ട് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, അതായത് ഇപ്പോൾ രണ്ടാൾക്കാർ ഡേറ്റാസ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതിൻ്റെ ഇടയിലോട്ട് നമുക്കും കൂടെ ലൈക്ക് അറ്റാക്കറിന് ഇന്റർഫിയർ ചെയ്യാൻ പറ്റും. സോ പക്ഷെ അത് നോക്കുമ്പോൾ അതിലെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും തോന്നുന്നത്. സോ ആ ഒരു ഡേറ്റ അവർക്കും കൂടെ ട്രാൻസ്ഫർ ആവും, ഒരു തേർഡ് പാർട്ടിക്ക് ആ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ആവും. സോ അതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, DDoS, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നാണ് അടുത്തതിനെ പറയുന്നത്. അതായത് it is a type of cyber threat or malicious attempt where cyber criminals disrupt targeted servers on networks regular traffic by fulfilling legitimate requests. So DDoS എന്ന് വെച്ചാൽ ബേസിക്കലി അതായത് ഇപ്പോൾ ഒരു ക്ലൗഡോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഉണ്ടെന്ന് വെച്ചാൽ സോ അതിലോട്ട് കുറേ അവരുടെ സെർവറിലോട്ട് അവർ കുറേ ട്രാഫിക് അല്ലെങ്കിൽ ജങ്ക് ഡേറ്റാസ് ഒക്കെ കൊടുക്കും. സോ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ സെർവേഴ്സും വെബ്സൈറ്റ്സും ഒക്കെ ഡൗൺ ആവാൻ ചെയ്യുന്നുണ്ട്. സോ അത് ബേസിക്കലി ഒരു വാൻഡലിസം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോസസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അറ്റാക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ അവരുടെ സെർവറിനെ ഡൗൺ ആക്കുക. സോ ഇത്രയും കുറേ IP അഡ്രസ്സിൽ നിന്ന് റിക്വസ്റ്റ് വരുമ്പോഴത്തേക്കും അത് അൺയൂസബിൾ ആവും, അത് സെർവേഴ്സിനെ ഓവർലോഡ് ആക്കും, പിന്നെ നല്ല സ്ലോ ഡൗൺ ആകും. ഇപ്പോൾ എല്ലാവരും ഒരു വെബ്സൈറ്റിലോട്ട് ഒരുമിച്ച് കയറുവാണെങ്കിൽ അവർക്ക് അത്രയും ട്രാഫിക് വരും. സോ അതിന് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്ത് ലൈക്ക് ഡിസൈൻ ചെയ്ത് അയക്കുന്ന ഒരു അറ്റാക്കാണ് DDoS എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തത് ബ്രൂട്ട് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഇസ് എ ക്രിപ്റ്റോഗ്രാഫിക് ഹാക്ക് ദാറ്റ് യൂസസ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് ടു ഗെസ് all possible combinations until the correct information is discovered. Cyber criminals usually use this to attack to obtain personal information about targeted password, login info, encryption keys, and personal identification numbers. So ബ്രൂട്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്കൊരു പാസ്വേഡ് കാണും. സോ ആ ഒരു പാസ്വേഡിനെ നമ്മൾ ക്രാക്ക് ചെയ്യാൻ അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. സോ അതിനൊരു ആക്സസ് കോഡ് ആണ് നമ്മുടെ ഈ പാസ്വേഡ്, ആ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബ്രൂട്ട് ഫോഴ്സിൽ ഇപ്പോൾ ഒരു ഡിക്ഷണറി കാണും. ആ ഡിക്ഷണറി എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വേർഡ് ലിസ്റ്റ് ആണ്. അപ്പോൾ വേർഡ് ലിസ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അത് കാലി ലിനക്സിലാണെങ്കിലും ടൂൾസ് ഉണ്ട്, അല്ലാതെയും ടൂൾസ് ഉണ്ട്. സോ അത് വെച്ച് നമുക്ക് കസ്റ്റമായിട്ട് വേർഡ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാം. സോ അങ്ങനത്തെ ആ ഒരു വേർഡ് ലിസ്റ്റിൽ കുറേ, അതായത് ഇപ്പോൾ കോമൺ പാസ്വേഡ്സ് ഒക്കെ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ഇത് വെച്ചിട്ട് എന്നിട്ട് ഈ ഒരു എൻക്രിപ്ഷൻ
എൻക്രിപ്ഷൻ അൺലോക്ക് ആക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. സോ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു പാസ്വേഡ് നമുക്ക് കിട്ടിയ ആ എൻക്രിപ്ഷൻ ബ്രേക്ക് ആവുകയും നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ബ്രൂട്ട് ഫോഴ്സ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. സോ അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മളിപ്പോൾ ആ ബ്രൂട്ട് ഫോഴ്സിനെ പറ്റി കുറച്ച് കഴിഞ്ഞിട്ട് പാസ്വേഡ്സിൻ്റെ സെക്ഷനിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് SQL ഇഞ്ചക്ഷൻ എന്താ നോക്കുക. SQL injection is a common attack that occurs when cybercriminals use malicious SQL scripts for backend database manipulation to access sensitive information. Once the attack is successful, the malicious actor can view, change, or delete sensitive company data, user list, or private customer details stored in the SQL database. So SQL എന്ന് വെച്ചാൽ ലൈക്ക് അത് കുറേ ടൈപ്സ് ഓഫ് ഡേറ്റ സോർട്ട് ചെയ്ത് ഇടുന്നതിനെയാണ് SQL എന്ന് വിളിക്കുന്നത്. സോ SQL ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ അതായത് നമുക്കൊരു സ്പെസിഫിക് ഡേറ്റ ഇൻഫർമേഷൻ, അതായത് നമ്മളൊരു അറ്റാക്കർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ നമുക്കൊരു സ്പെസിഫിക് ഡേറ്റ ആക്സസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഡേറ്റയ്ക്ക് വേണ്ടി നമ്മളൊരു സ്ലോട്ട് എനേബിൾ ചെയ്യും. അപ്പോൾ ആ ഒരു സ്ലോട്ടിൽ നിന്ന് ലൈക്ക് വൺസ് ആ ഒരു ഡേറ്റ അവർ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും നമുക്കായിരിക്കും ആ ഡേറ്റ കിട്ടുന്നത്. ആ ഒരു ഡേറ്റ അതിൻ്റെ കൂടെ തന്നെ അവരുടെ വെബ്സൈറ്റ് സെർവറിലോട്ടും കൂടെ കണക്ട് ആവും. സോ അങ്ങനെ വെച്ച് നമുക്കും അവരുടെ കമ്പനി ആക്സസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതാണ് SQL ഇഞ്ചക്ഷൻ ഒരു ബേസിക് ലെവലിൽ പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ഡൊമൈൻ നെയിം സിസ്റ്റംസ്, അതായത് DNS അറ്റാക്ക്. DNS attack is a type of cyber attack in which cyber criminals take advantage of flaws in the domain name system to redirect site users to malicious websites. Okay, and steal data from affected computers. It is a severe cybersecurity risk because DNS is an essential element of the internet infrastructure. Okay, അപ്പോൾ DNS എന്ന് വെച്ചാൽ നെറ്റ്വർക്സിലൊക്കെ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. അപ്പോൾ അത് ഹൈജാക്ക് ആയാൽ നമുക്കതിൻ്റെ ലൈക്ക് ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഇന്റർലിങ്ക്ഡ് ആണെന്ന് വെച്ചാൽ, സോ അതിലപ്പോൾ നമുക്ക് അവരുടെ നെറ്റ്വർക്ക് ഇൻഫെക്റ്റ് ആയ അവരുടെ പല ഡിവൈസസും ആ ഡിവൈസുമായിട്ടുള്ള കണക്ഷൻസ് ഉള്ള വേറെ ഡിവൈസസ് അതിലോട്ടൊക്കെ വൈറസ് ലൈക്ക് ആക്സസ് കിട്ടും. സോ അങ്ങനെ ഡേറ്റ ബ്രീച്ച് ചാൻസ് ഉണ്ട്. സോ അതാണ് DNS അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ലേറ്റസ്റ്റ് സൈബർ ത്രെറ്റ്സ് നോക്കാം. ഇതിപ്പോൾ ഇത് UK, US ആൻഡ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ്സ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തേക്കുന്ന രണ്ട് സ്കാംസും മാൽവെയറുമാണ്. ഓക്കെ, അപ്പോൾ റൊമാൻസ് സ്കാംസ്. The US government found this threat in February 2022. Cyber criminals use this threat through dating sites, chat rooms, and apps. They attack people who are seeking. Okay, so അതെന്ന് വെച്ചാൽ അതായത് റൊമാൻസ് സ്കാംസ് എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ ഡേറ്റിംഗ് സൈറ്റ്സ് അങ്ങനത്തെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസോ ചാറ്റ് റൂംസോ ഡിസ്കോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വഴി ലൈക്ക് ബേസിക്കലി സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ ലൈക്ക് ആൾക്കാരെ സ്കാം ചെയ്ത് പൈസ തട്ടിയെടുക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഈ റൊമാൻസ് സ്കാംസിൻ്റെ ഇതിൽ വരുന്നത്. അടുത്ത നമുക്ക് ഇമോട്ടഡ് മാൽവെയർ എന്താണെന്ന് നോക്കാം. Emoted is a type of cyber attack that steals sensitive data and also installs other malware on our device. The Australian Cybersecurity Centre warned national organizations about this global cyber threat in 2019. Okay, അതെന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പം നമ്മൾ ഒരു മാൽവെയർ ഉള്ള ഒരു ആപ്ലിക്കേഷൻ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്തു. സോ അതിൻ്റെ കൂടെ കുറേ കളക്റ്റീവായിട്ട് അല്ലാതെയും കുറേ മാൽവെയർ അഫക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യും. സോ അത് കുറേ എണ്ണം ഒരുമിച്ച് ഇൻസ്റ്റാൾ ആകുമ്പോൾ നമുക്ക് യൂസറിന് അത് ഡിറ്റക്ട് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ അത് ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും ഇൻസ്റ്റാളേഷൻസ് ഒക്കെ നടക്കുന്നത്. നമ്മൾ മറ്റേ ഡിവൈസ് അഡ്മിൻ പ്രിവിലേജസ് ഒക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൺസ് എനേബിൾ ആയിക്കഴിഞ്ഞാൽ അത് വീണ്ടും അടുത്ത ലൈക്ക് ഇപ്പോൾ അവരൊരു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാൽവെയർ ഇറക്കിക്കൊണ്ടിരിക്കും, ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇമോട്ടഡ് മാൽവെയർ ചെയ്തുകൊണ്ടിരുന്നത്. Okay, so the following are the systems that can be affected by security breaches and attacks. So നമ്മൾ എന്തിനൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുന്നു നോക്കുക. കമ്മ്യൂണിക്കേഷൻ. സൈബർ അറ്റാക്കേഴ്സ് ക്യാൻ യൂസ് ഫോൺ കോൾസ്, ഇമെയിൽസ്, ടെക്സ്റ്റ് മെസ്സേജസ് ആൻഡ് മെസ്സേജിങ് ആപ്സ് ഫോർ സൈബർ അറ്റാക്സ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ അവർ യൂസ് ചെയ്ത് സൈബർ അറ്റാക്സ് നടത്താറുണ്ട്. പിന്നെ ഫിനാൻസ്. This system deals with the risk of financial information like bank
ബാങ്ക് ഡീറ്റെയിൽസും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും അതൊക്കെ അവരുടെ ടാർഗറ്റായിട്ട് അവർ വെക്കാറുണ്ട്. പിന്നെ ഗവൺമെന്റ്സിനെതിരായിട്ടും ലൈക്ക് അവർ ലൈക്ക് പ്രൊട്ടസ്റ്റോ അങ്ങനത്തെ ആയിട്ട് ലൈക്ക് അവർ സൈബർ അറ്റാക്സും സെക്യൂരിറ്റി ബ്രീച്ചസും ഒക്കെ നടത്താറുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ സിസ്റ്റം, സൈബർ ക്രിമിനൽസ് ജനറലി ടാർഗറ്റ് കണക്റ്റഡ് കാർസ്, ട്രാഫിക് കൺട്രോൾ സിസ്റ്റംസ് ആൻഡ് സ്മാർട്ട് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഇപ്പോൾ ട്രാഫിക് സിഗ്നൽസ് ലൈക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ചില ഏരിയാസിലൊക്കെ ലൈക്ക് ട്രാഫിക് കൺട്രോളൊക്കെ ലൈക്ക് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും. സോ കണക്റ്റഡ് കാർസ്, ഇലക്ട്രോണിക് വെഹിക്കിൾസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. സോ ടെസ്ല പോലത്തെ ഒക്കെ. സോ അങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസിനെയൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡേറ്റ ബ്രീച്ചോ എന്തെങ്കിലും ഒരു വൾണറബിലിറ്റി കാരണം അതിനെ പുറത്തുനിന്നൊരു യൂസറിനെ ആക്സസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ട്രാൻസ്പോർട്ടേഷനെ കംപ്ലീറ്റ്ലി എഫക്ട് ചെയ്യും. ഈവൻ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അതും കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ളതാണെന്ന് വെച്ചാൽ. സോ അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ അവർക്ക് ആക്സസ് ഗെയിൻ ചെയ്യാൻ പറ്റും. അടുത്തത് ഹെൽത്ത് കെയർ സെക്ടറിനെയും ഇത് ഭയങ്കരമായിട്ട് വൈറസ് എല്ലാം മാൽവെയർസും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സൈബർ ക്രിമിനൽസ് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ അടുത്തത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഈ ഡേറ്റയ്ക്ക് വേണ്ടി അവർ ഹാക്ക് ചെയ്യുന്നതാണ്. ലൈക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റാസ് കിട്ടിയാൽ ലൈക്ക് അവർക്ക് ആ ഡേറ്റ വേറൊരു കമ്പനിക്ക് അവർ സെല് ചെയ്യുവാണെങ്കിൽ അവർക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടും. സോ ഇങ്ങനത്തെ ഇത്രയും ഓർഗനൈസേഷൻസിനെയാണ് ഈ സൈബർ ക്രിമിനൽസ് ബേസിക്കലി ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സൈബർ സെക്യൂരിറ്റിയുടെ ഫണ്ടമെന്റൽസിലേക്ക് പോകാം. So, how is cybersecurity implemented? There are numerous procedures for actually implementing cybersecurity, but uh, that there are three main steps when actually fixing a security-related issues. So, the first step is to recognize the problem that is causing the. So, ഇതെന്ന് വെച്ചാൽ ബേസിക്കലി സൈബർ സെക്യൂരിറ്റിയുടെ ഫണ്ടമെന്റൽസിൽ പറയുന്നതെന്ന് വെച്ചാൽ അതായത് 3 ടൈപ്സ് ഓഫ് പ്രോസസ് ഉണ്ട്. അതായത് ഫസ്റ്റ് പ്രോസസ് എന്ന് വെച്ചാൽ ഐഡന്റിഫൈ. അതായത് ഇപ്പോൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു റെക്കഗ്നൈസ് എ പ്രോബ്ലം ദാറ്റ് ഇസ് കോസിംഗ് ദ സെക്യൂരിറ്റി ഇഷ്യൂ. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ടു റെക്കഗ്നൈസ് വെദർ ദർ ഇസ് എ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ഓർ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. സോ അത് നമ്മളിപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ത്രെറ്റ് ആണ് വന്നേക്കുന്നത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഇവാലുവേറ്റ് ആൻഡ് അനലൈസ് ദ പ്രോബ്ലം. സോ എന്തുകൊണ്ട് അതൊരു സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഒരു വൈറസ് എങ്ങനെ എഫക്ട് ചെയ്തു, എന്താണ് വൾനറബിലിറ്റി, അതെല്ലാം നമ്മൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതിനാണ് അനലൈസിങ് ദ പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഐസൊലേറ്റ് ഓൾ ദ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ദാറ്റ് മേ ഹാവ് ബീൻ കോംപ്രമൈസ്ഡ് ഇൻ ദ അറ്റാക്ക്. അതായത് ആ ഒരു ഡേറ്റനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. സോ ഐസൊലേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ആ ഒരു ഡേറ്റയിൽ നിന്ന് വേറൊരു ഡേറ്റയിലോട്ട് ഒരു ഫയലിൽ നിന്ന് വേറൊരു ഫയലിലോട്ട് അങ്ങനെയൊക്കെ അതിന് ട്രാൻസ്ഫർ ആവാൻ പറ്റും. സോ അതിന് വേണ്ടി നമ്മൾ അതിനെ ഐസൊലേറ്റ് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ നമുക്കതിനെ ഒരു എൻക്രിപ്റ്റഡ് ആയിട്ട് അത് ഇരിക്കുകയാണെങ്കിൽ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമ്മൾ അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ടായിരിക്കണം അതിനെ നമ്മൾ റിസോൾവ് ചെയ്യാൻ നോക്കാൻ. അടുത്തതെന്ന് വെച്ചാൽ last step in the last step is to develop a patch that actually solves the problem and brings back the organization to a running state. So in ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിനെ ട്രീറ്റ് ചെയ്യും. സോ ബേസിക്കലി 3 സ്റ്റെപ്സ് ആണ്: ഐഡന്റിഫൈ, സെക്കൻഡ് സ്റ്റെപ്പ് അനലൈസ് ആൻഡ് ഇവാലുവേറ്റ്, തേർഡ് എന്ന് വെച്ചാൽ ട്രീറ്റ്, അതായത് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, സോ when identifying, analyzing, and treating a cyber attack, there are 3 principles that are kept in mind for various calculations. So, ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിന് നമ്മൾ 3 പ്രിൻസിപ്പിൾസ് എപ്പോഴും ഫോളോ ചെയ്യണം: വൾനറബിലിറ്റി, ത്രെറ്റും റിസ്ക്കും. ഓക്കെ, അപ്പോൾ വൾനറബിലിറ്റി റെഫേഴ്സ് ടു ദ വീക്ക്നെസ് ഓഫ് ആൻ അസറ്റ്. അതായത് അതിൽ എന്തെങ്കിലും കോഡിലോ അങ്ങനെ എന്തെങ്കിലും ബഗ്ഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് വൾനറബിലിറ്റി യൂസ് ചെയ്യുന്നത്. In context of cyber world, vulnerability refers to a bug or defect in hardware or software which remains to be fixed and is prone to be exploited to cause damage to one of the elements within CIA triad. Okay, അപ്പോൾ vulnerability ലൈക്ക് ഇപ്പോൾ ഹാർഡ്വെയറിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ലൈക്ക് യൂഷ്വലി ഈവൻ ഹാർഡ്വെയറിൽ എന്തെങ്കിലും ഒരു ബഗ് കാരണമാണെങ്കിലും അവർ ലൈക്ക് സ്നാപ്ഡ്രാഗൺ ഇടയ്ക്ക് വെച്ചൊരു 1 year ബാക്ക് എന്തോ ഒരു ഇഷ്യൂസ് വന്നു, ലൈക്ക് അതിൽ നിന്ന് ലീക്ക് വന്നു. പക്ഷെ അവരൊരു വിത്തിൻ ഫ്യൂ വീക്സ് അവർ ആ ഒരു പാച്ച് ഇറക്കി അവർ
അതിനുള്ള സൊല്യൂഷൻ ഇറക്കി. സോ വൾണറബിലിറ്റി അനാലിസിസ് അതാണ് സംഭവം. പിന്നെ ത്രെറ്റ്. A threat is any event that has the potential to bring harm to an organization or individual. Other natural threats are intentional threats are unintentional threats are threat assessment techniques are used for understanding threats. Okay, അപ്പോൾ നമ്മളിപ്പോൾ ത്രെറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ത്രെറ്റ്സ് ആണ്. സോ അതിനെ അനലൈസ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ AI വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. AI വെച്ച് മോഡലിംഗ് വെച്ച് നമുക്ക് അതിനെ ഡിഫറെൻറ്റ് ലൈക്ക് ഇപ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസസ് വെച്ച് അതിൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് ത്രെഡ്സ് ആണ് അതൊക്കെ നമുക്ക് ഒരു AI മോഡൽ ഡെവലപ്പ് ചെയ്തിട്ട് അത് വെച്ച് നമുക്കൊരു ഫ്യൂച്ചർ ത്രെഡ്സിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസോ അതൊക്കെ ബേസിക്കലി അങ്ങനെയാണ്. ലൈക്ക് ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈറസിനെ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ അത് ഒരു റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത റിസ്ക്. സോ അടുത്ത റിസ്ക്. റിസ്ക് refers to the potential for loss or damage when a threat exploits a vulnerability. Risk is equal to threat plus vulnerability. So റിസ്ക് മാനേജ്മെന്റ് ഇസ് കീ ടു സൈബർ സെക്യൂരിറ്റി. സോ അതിൻ്റെ റിസ്കിൻ്റെ ലെവൽ, അതായത് ഡേറ്റ ബ്രീച്ചോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരാൻ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ലോസ് ആവാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡേറ്റ ഡേറ്റ എത്രത്തോളം റിസ്കിലാണെന്ന് അറിയാൻ വേണ്ടിയാണ് അത് ഉള്ളത്. പിന്നെ എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി, അത് നമുക്ക് നോക്കാം അടുത്തത്. The following are the benefits of implementing and maintaining cybersecurity. Cyber attacks and data breach protection for business. Business organizations ഒക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സൈബർ അറ്റാക്സിൽ നിന്നൊക്കെ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സിനെ ഹയർ ചെയ്യാറുണ്ട്. പിന്നെ ഡേറ്റ ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആർ ബോത്ത് പ്രൊട്ടക്റ്റഡ്. ഡേറ്റയ്ക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അൺഓത്തറൈസ്ഡ് യൂസർ ആക്സസ് ഇസ് അവോയ്ഡഡ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ആക്സസ് ഇല്ലാത്തൊരു യൂസറിനെ അൺഓതറൈസ്ഡ് ആക്സസ് വരാതിരിക്കാൻ വേണ്ടിയൊക്കെ സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആഫ്റ്റർ ബ്രീച്ച് ദർ ഇസ് എ ഫാസ്റ്റർ റിക്കവറി ടൈം. ഓക്കെ, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ബേസിക്കലി ലൈക്ക് ഒരു അറ്റാക്കറും കാണും ഒരു ഡിഫൻഡറും. നമ്മൾ ഡിഫൻഡർ സൈഡിലാണ്. സോ ആ ഒരു മാക്സിമം അവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ അതിനെ എത്രത്തോളം ഡിഫെൻഡ് ചെയ്ത് ആ ഒരു ഡേറ്റ ബ്രീച്ചിനെ അല്ലെങ്കിൽ എങ്ങനെ ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ, ഡേറ്റാസ് പ്രൊട്ടക്ട് ചെയ്യുക, അങ്ങനത്തെ ഇതൊക്കെയാണ് സൈബർ സെക്യൂരിറ്റിയുടെ ബെനിഫിറ്റ്സ് വരുന്നത്. പിന്നെ എൻഡ് യൂസർ ആൻഡ് എൻഡ് പോയിന്റ് ഡിവൈസ് പ്രൊട്ടക്ഷൻ. നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, കോമൺ ടേംസ് ഡിസ്കസ് ചെയ്തപ്പോൾ എൻഡ് പോയിന്റ് എൻഡ് യൂസറും പറഞ്ഞു. അതായത് നിങ്ങളും ഞങ്ങളൊക്കെയാണ് എൻഡ് യൂസർ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ, അതായത് ആൻറ്റിവൈറസ് ഒക്കെ യൂസ് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിവൈറസ് യൂസ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് ഓപ്പറേഷൻസ്, അതായത് ഇപ്പോൾ ഒരു ലൈക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഓർഗനൈസേഷൻ അഫക്റ്റ് ചെയ്ത് അവരുടെ ഓപ്പറേഷൻസിനെ ലൈക്ക് കംപ്ലീറ്റ്ലി അഫക്റ്റ് ആകും. സോ അതിൻ്റെ കണ്ടിന്യൂറ്റിക്കും കൂടെ വേണ്ടിയാണ്, ലൈക്ക് അവരുടെ കണ്ടിന്യൂറ്റിക്ക് ലൈക്ക് എത്രയും വേഗം റിസോൾവ് ചെയ്ത് അവർക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ. സോ അതാണ് കണ്ടിന്യൂറ്റി ഓഫ് ഓപ്പറേഷൻസ് പറയും. പിന്നെ developers, partners, consumers, stakeholders, and workers have more faith in the company's reputation and trust. So എത്രത്തോളം ഒരു കമ്പനിയുടെ സൈബർ സെക്യൂരിറ്റി വിങ് സ്ട്രോങ് ആണോ, സോ അത്രയും കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവരുടെ കൺസ്യൂമേഴ്സും പാർട്ട്നേഴ്സിനും അവർക്ക് കൂടുതൽ ട്രസ്റ്റ് വേണം. ലൈക്ക് ഇപ്പോൾ മോസ്റ്റ്ലി യൂസ്ഡ് ഗൂഗിൾ, ലൈക്ക് AWS അങ്ങനത്തെ ഒക്കെ പോലത്തെ കമ്പനീസ്. സോ അവരുടെയൊക്കെ ലൈക്ക് നല്ലൊരു സെക്യൂർ ആണെന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ട്. ലൈക്ക് കുറേ പേര് അവരുടെ സർവീസ് എടുക്കുന്നവരുണ്ട്. സോ അങ്ങനത്തെ അതാണ് ഒരു ബെനിഫിറ്റ്സിൽ പറയുന്നത്. പിന്നെ വൈ ചൂസിങ് എ സെക്യൂർ. ഓക്കെ, ഇനി നമുക്ക് പാസ്വേഡ്സിലോട്ട് കണക്കുക. വൈ ചൂസിങ് എ സെക്യൂർ പാസ്വേഡ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. Okay, so you will have to set up a password to accomplish almost everything on the internet. Like ഈവൻ നമ്മൾ ഇമെയിൽ ആക്സസ് ചെയ്യാനാണെങ്കിലും ഓൺലൈൻ ബാങ്കിങ്ങിനാണെങ്കിലും എല്ലാത്തിനും ഒരു പാസ്വേഡ് വേണം. വൈൽ യൂസിങ് എ ഷോർട്ട് ഈസി ടു റിമെമ്പർ വൈൽ using a short, easy to remember password may be more accessible. Doing so might present significant threats to your online security. So നമ്മളെപ്പോഴും നമുക്കൊരു പാസ്വേഡ് ഇടുമ്പോൾ നമുക്ക് ഏറ്റവും വേഗം ആലോചിച്ചെടുക്കാൻ പറ്റുന്ന, ലൈക്ക് നമ്മൾ വേഗം മറന്നു പോകാത്ത രീതിയിലുള്ള പാസ്വേഡ്സ് ആയിരിക്കും ഇടുന്നത്. സോ അത് പക്ഷെ നമുക്കൊരു ഡേറ്റ ത്രെറ്റ്സിന് ഉള്ളൊരു ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഓൺലൈൻ സെക്യൂരിറ്റി കോംപ്രമൈസ് ആവാനൊരു ചാൻസ് ഉണ്ട്. സോ ടു സേഫ് ഗാർഡ് യുവർ സെൽഫ് ആൻഡ് യുവർ ഡേറ്റ, ചൂസ് പാസ്വേഡ്സ് ദാറ്റ്സ് ആർ lengthy, strong, and difficult for others to guess, while being reasonably easy for you to remember. So
അതായത് ഇപ്പോൾ നമ്മൾ പാസ്വേഡ് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ മാക്സിമം അതിൻ്റെ ലെങ്ത് കൂട്ടാൻ നോക്കുക. ലൈക്ക് അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെങ്ത്തിനെ പറ്റി ഡിസ്കസ് പറയാം. അപ്പോൾ അതെന്ന് വെച്ചാൽ ലൈക്ക് മിനിമം ഒരു 8 ക്യാരക്ടേഴ്സിന് എബവ് ആക്കി വെക്കുക. പിന്നെ പാസ്വേഡ് സ്ട്രോങ് ആയിരിക്കണം. അതായത് അപ്പർ കേസ്, ലോവർ കേസ്, പിന്നെ സിമ്പിൾസ് അതൊക്കെ യൂസ് ചെയ്യണം. പിന്നെ വേഗം ഗെസ്സബിൾ പാസ്വേഡ്സ് ആയിരിക്കരുത്. കാരണം ബ്രൂട്ട് ഫോഴ്സിങ് നമ്മൾ ചെയ്യുമ്പോൾ ബ്രൂട്ട് ഫോഴ്സിൽ ലൈക്ക് ഇപ്പോൾ നമ്മൾ ചിലരൊക്കെ മൂവി ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ഒക്കെ പേരിടുന്നവർ കാണും പാസ്വേഡ്സിൽ. സോ അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓൺലൈനിൽ ഓൾറെഡി ജനറേറ്റഡ് ആയിട്ടുള്ള ഡിക്ഷണറീസ് കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ. സോ അത് വെച്ച് നമ്മളിപ്പോൾ ക്രാക്ക് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് കോംപ്രമൈസ് ആവാൻ എളുപ്പത്തിൽ കോംപ്രമൈസ് ആവും. ലൈക്ക് ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിലും ലൈക്ക് ഇപ്പോൾ ചിലരൊക്കെ അവരുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോസ് അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും പാസ്വേഡ് ആയിട്ട് ഇടുന്നത്. സോ അതൊക്കെ ഓൾറെഡി ഓൺലൈൻ ഡിക്ഷണറിയിൽ ഉള്ളതായിരിക്കും. സോ അത് വെച്ച് നമുക്ക് ഈസിലി ബ്രൂട്ട് ഫോഴ്സിങ് വെച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റും അവരുടെ പാസ്വേഡ്സ്. സോ brute force attacks involve trying different combination of characters until the correct password is found. Weak passwords such as പാസ്വേഡ്, അതായത് ചിലർ പാസ്വേഡ് തന്നെ പാസ്വേഡ് ആയിട്ട് ഇടും, അല്ലെങ്കിൽ നമ്പേഴ്സ്, അതായത് 1 2 3 4 5 6 7 8 9 അങ്ങനെ ഒക്കെ, അതൊക്കെ ഈസിലി ഗെസ്സബിൾ പാസ്വേഡ്. സോ അത് ഹാക്കേഴ്സിന് എളുപ്പമായിരിക്കും ക്രാക്ക് ചെയ്യാൻ. ഓക്കെ, സോ weak passwords are a significant security risk and can lead to data breaches. Strong passwords are important because they help prevent unauthorized access to personal information in accounts. This is especially important for accounts containing sensitive information such as financial, email, social media accounts. People ലൈക്ക് അൺഓതറൈസ്ഡ് ആക്സസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പാസ്വേഡ്സ് മാക്സിമം സ്ട്രോങ് ആക്കാൻ പറയുന്നത്. പിന്നെ കൂടുതൽ ലെങ്ത്തും ഹാക്കേഴ്സിന് ഗെസ്സബിൾ ആയിട്ടുള്ളത് ഉള്ളതും അവോയ്ഡ് ചെയ്യണം. സോ ഓക്കെ, പിന്നെ നമ്മൾ ഓരോ ഓരോ വെബ്സൈറ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് പാസ്വേഡ്സിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ സെയിം പാസ്വേഡ്സ് യൂസ് ചെയ്യുന്നവർ കാണും. സോ അപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ലീക്ക് ആയെന്ന് വെച്ചാൽ സോ അവർക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സിലോട്ട് ഒരു ആക്സസ് കിട്ടും. സോ നമ്മളെപ്പോഴും ഓരോ വെബ്സൈറ്റിനും കുറച്ച് ഡിഫറെൻറ്റ് പാസ്വേഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഇതിനെ പറ്റി എങ്ങനെ ഒരു പാസ്വേഡ്സ് ഓർ ഒരു അക്കൗണ്ട് എങ്ങനെ കൂടുതൽ സെക്യൂർ ആക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡന്റിറ്റി പോലെ, അതായത് നമ്മൾ തന്നെ ലോഗിൻ ചെയ്യുന്നതിന് അറിയാൻ വേണ്ടി ഉള്ളൊരു വെരിഫിക്കേഷനാണ് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ. സോ അതൊരു OTP ആവാം, നേരത്തെ ഒരു ആപ്പ് ആവാം, അല്ലെങ്കിൽ ഗൂഗിൾ ഓതന്റിക്കേഷൻ ഉണ്ട്, അങ്ങനത്തെ അതാണ് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻകോർപ്പറേറ്റ് നമ്പേഴ്സ്, സിമ്പിൾസ്, അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ്. അതായത് ഇപ്പോൾ ഒരു 8 ക്യാരക്ടേഴ്സ് മിനിമം വേണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ GPU അതൊക്കെ വെച്ച് നമുക്കിപ്പോൾ ലൈക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് പാസ്വേഡ്സ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം എത്രത്തോളം ലെങ്ത് കൂട്ടുന്നു അത്രത്തോളം അവർക്ക് എത്ര ഹൈ എൻഡ് ഹാർഡ്വെയർ ഉണ്ടെങ്കിലും ലൈക്ക് അവർക്ക് ചിലപ്പോൾ നല്ലൊരു പാസ്വേഡ്, ഒരു 12 ലെങ്ത് ക്യാരക്ടർ ഒക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഈവൻ 1000 years എന്തോ എടുക്കും അത് ക്രാക്ക് ചെയ്ത് വരാൻ. സോ നല്ലൊരു ലെങ്ത് ആയിട്ടുള്ളൊരു പാസ്വേഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും പാസ്വേഡിൽ എപ്പോഴും ലൈക്ക് ലോവർ കേസ് മാത്രം ഇടാൻ പാടില്ല, അപ്പർ കേസ് മാത്രം ഇടാൻ പാടില്ല, രണ്ടിൻ്റെ ഒരു മിക്സ് ആയിരിക്കണം. പിന്നെ നമ്പേഴ്സ് ആഡ് ചെയ്യുക, പിന്നെ സിമ്പിൾസ് ആഡ് ചെയ്യുക. സോ ഈ 4 കാര്യങ്ങളും ആഡ് ചെയ്ത അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പിൾ, പിന്നെ നമ്പേഴ്സ്. സോ ഇത് 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടൊരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യാം. സോ അത് നമുക്ക് ആ ഒരു ഡിക്ഷണറി വെച്ചും ജനറേറ്റ് ചെയ്തെടുക്കാനും പാടായിരിക്കും. സോ അങ്ങനെ കൂടുതൽ സെക്യൂർ ആക്കുക. Hackers use programs that cycle the most common, simplest passwords. സോ മോസ്റ്റ് കോമൺ അങ്ങനത്തെ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ കോമൺ ആയിരിക്കരുതെന്ന് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 8 ക്യാരക്ടർ ലെങ്ത് ആയിരിക്കില്ല. പാസ്വേഡ് ഷുഡ് ബി 12 ഓർ മോർ ക്യാരക്ടേഴ്സ് ലോങ്. ലൈക്ക് എല്ലാ വെബ്സൈറ്റും റെക്കമെൻഡ് ചെയ്യുന്നത് 8 ക്യാരക്ടർ ലെങ്താണ്. പക്ഷെ ഇപ്പോൾ അത് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾ മുമ്പ് അത് സേഫ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഡിഫറെൻറ്റ് ലൈക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഹാർഡ്വെയർ ഒക്കെ വന്നപ്പോൾ ലൈക്ക് കൂടുതൽ പാസ്വേഡ്സ് അറ്റ് എ ടൈം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് മിനിമം ഒരു 12 വെക്കുക, എന്നിട്ട് 12 ഓർ മോർ
കുറച്ചുകൂടെ ഒരു 15 ലെങ്ത് ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ളത്. സോ അങ്ങനത്തെ പാസ്വേഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഓക്കെ, സോ അത് അവർക്ക് വേഗം ഗെസ്സബിൾ ആയിരിക്കത്തില്ല. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കും അത്രയും നല്ല ടൈം കൺസ്യൂമിങ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് അത് ഓൾമോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ നല്ല പാടായിരിക്കും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ യൂസ് ഓഫ് ആൻ അബ്രിവേറ്റഡ് ഫ്രേസ് ഓർ സെയിങ് ഫോർ യുവർ പാസ്വേഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫ്രേസോ ലൈക്ക് നമുക്ക് എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസ് നമ്മൾ തന്നെ കോയിൻ ചെയ്യുക. ലൈക്ക് ഓൺലൈനിലുള്ള ഫ്രേസ് നോക്കില്ല, ലൈക്ക് നമുക്ക് തന്നെ ഇഷ്ടമുള്ള ഒരു ടേമോ ഫ്രേസോ ഡിസൈൻ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കുക. ലൈക്ക് ഇപ്പോൾ മറ്റേ പാരന്തസിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് സി എന്നുള്ളത് നമുക്ക് ഫ്രേസ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ കുറെ നമ്മുടെ തന്നെ ഐഡിയാസ് വെച്ച് നമ്മൾ ഒരു ലെങ്ത് ഉള്ള ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്തെടുക്കുക. സോ ഫോർ എക്സാമ്പിൾ ഇവർ കൊടുത്തിരിക്കുന്നത് കപ്പ് ഓഫ് ജോ. അപ്പോൾ അതിലാണെങ്കിൽ സിക്ക് അവർ പാരന്തസിസ് കൊടുത്തിരിക്കുന്നത്, പിന്നെ സ്മോൾ ലെറ്റർ യു, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ പി, പിന്നെ മറ്റേ സ്പേസിന് അവർ എക്സ്ക്ലമേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓഫിന് അവർ അപ്പർ കേസ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ആസ്ട്രീക്ക്, പിന്നെ ജെ ക്യാപിറ്റൽ, ഓന് പകരം അവർ 0 ആണ് യൂസ് ചെയ്തേക്കുന്നത്, ഇക്ക് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് 3 ആണ്. ഓക്കെ, എന്നിട്ടൊരു ഹാഷും. സോ ഇത് നല്ലൊരു സ്ട്രോങ് പാസ്വേഡാണ്, കാരണം ഇതിൽ സിമ്പിൾസ് ഉണ്ട്, പിന്നെ നമ്പേഴ്സ് ഉണ്ട്, അപ്പർ കേസും ഉണ്ട്, ലോവർ കേസും ഉണ്ട്. പിന്നെ അടുത്തത് ചെക്ക് യുവർ പാസ്വേഡ് റെഗുലർലി. ചേഞ്ച് യുവർ പാസ്വേഡ് റെഗുലർലി. അത് നമ്മളെപ്പോഴും നമ്മുടെ പാസ്വേഡ് എപ്പോഴും ഒരു ഡേറ്റ ബ്രീച്ചിനൊരു ചാൻസ് ഉണ്ട്. സോ അതിപ്പോൾ ഡേറ്റ ബ്രീച്ച് ആയാൽ നമ്മുടെ പാസ്വേഡിന്റെ ഡേറ്റ ബ്രീച്ച് ആവാൻ ചാൻസ്. സോ നമ്മുടെ ഡേറ്റ കോംപ്രമൈസ് ആവാൻ, നമ്മുടെ അക്കൗണ്ട്സ് കോംപ്രമൈസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു 3 months ഇടയ്ക്കൊക്കെ നമ്മൾ പാസ്വേഡ് റെഗുലർലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത മാൽവെയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പാസ്വേഡ്സ് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ് മാറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ കൺസിഡർ യൂസിങ് എ പാസ്വേഡ് മാനേജേഴ്സ് ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും. അതെന്ന് വെച്ചാൽ അത് പക്ഷെ ട്രസ്റ്റഡ് ആയിട്ടുള്ള, അതായത് നോർഡിന്റെ പാസ്വേഡ് മാനേജർ ഉണ്ട്. സോ അങ്ങനത്തെ പാസ്വേഡ് ഈവൻ ആപ്പിളിനാണെങ്കിൽ ആപ്പിളിന്റെ തന്നെ കീ ചെയിൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. സോ ആപ്പിൾ തന്നെ അവരുടെ കീ ചെയിനിൽ അവർ തന്നെ ഡിസൈൻ ചെയ്ത പാസ്വേഡ്സ് കാണും. സോ അങ്ങനത്തെ ട്രസ്റ്റഡ് ആയിട്ടുള്ള കീ ജനറേറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ പാസ്വേഡ് മാനേജേഴ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സോ അവർ തന്നെ നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് തരും, എന്നിട്ട് അത് തന്നെ സേവ് ചെയ്ത് വെച്ചേക്കും. സോ ആ ഒരു ട്രസ്റ്റഡ് പാസ്വേഡ് മാനേജേഴ്സ് യൂസ് ചെയ്ത് നമുക്കൊരു സ്ട്രോങ് ആൻഡ് യുണീക്ക് ലെങ്തി ആയിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എൻക്രിപ്ഷനിലോട്ട് പോവുക. സോ വാട്ട് ഈസ് എൻക്രിപ്ഷൻ? Encryption is used to protect data from being stolen. ഓക്കെ, അപ്പോൾ എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ഡേറ്റയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു ഡേറ്റനെ സൈഫേഴ്സ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എൻക്രിപ്ഷൻ പോകുന്നത്. പിന്നെ അതിനെ ഡീകോഡ് ചെയ്യാൻ നമുക്കൊരു കീ കാണും. സോ അത് വെച്ചൊക്കെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ടൈപ്സ് ഓഫ് എൻക്രിപ്ഷൻ നോക്കാം. അതിന് സിമെട്രിക് എൻക്രിപ്ഷൻ ഉണ്ട്, അസിമെട്രിക് എൻക്രിപ്ഷൻ ഉണ്ട്. സോ സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ അതായത് ഒരു അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ if an unauthorized person gets their hands on the key, they will be able to decrypt any messages and data sent between the parties. അത് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഒരു സിമെട്രിക് എൻക്രിപ്ഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, അത് കുറച്ചുകൂടെ കമ്പ്യൂട്ടിംഗ് പവർ വേണം, ലൈക്ക് പക്ഷെ അത് നല്ല ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ അതാണ് അസിമെട്രിക് എൻക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറേ ടൈപ്സ് ഉണ്ട്, സിമെട്രിക്കും അസിമെട്രിക്കും. സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ എപ്പോഴേലും കിടക്കാം, നമുക്കിപ്പോൾ ടൈം കുറച്ച് കുറവാണ്. സോ നമുക്ക് അതിനെപ്പറ്റി പിന്നീട് എപ്പോഴേലും പറയുന്നതായിരിക്കും. സോ അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റ എൻക്രിപ്ഷൻ നോക്കാം. ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ പീപ്പിൾ എൻകൗണ്ടർ എൻക്രിപ്ഷൻ, അതായത് എൻക്രിപ്ഷന് എന്താണ് ഇമ്പോർട്ടൻസ്? അപ്പോൾ
കോൺഫിഡൻസ്, ഇൻറ്റഗ്രിറ്റി, മറ്റേ CI ട്രയഡ് നേരത്തെ പറഞ്ഞു അതിൻ്റെ 3 പ്രിൻസിപ്പിൾസ്, അതായത് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, ഓതൻറ്റിക്കേഷൻ, പിന്നെ നോൺ റിപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ പ്രിവെൻറ്റ്സ് ദ സെൻറ്റർ ഓഫ് ദ ഡേറ്റ ഓർ മെസ്സേജ് ഫ്രം ഡിനൈങ് ദ വേ ദ ഒറിജിൻ. സോ അത് ഒറിജിൻ സോഴ്സിനെ ഹൈഡ് ചെയ്ത് വെക്കാനും അതിനാണ് അതാണ് നോൺ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ 3 പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് എൻക്രിപ്ഷൻ നോക്കാം. അതായത് നമ്മുടെ ഡേറ്റ ലോസിനെ പ്രൊട്ടക്ട്സ് ഡേറ്റ അക്രോസ് ഡിവൈസസ്. അതായത് പല ഡിവൈസസിൻ്റെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ എൻഷുവേഴ്സ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി, അതായത് അൺഓതറൈസ്ഡ് ആക്സസും അങ്ങനത്തെ കാര്യങ്ങളും മലീഷ്യസ് ഇതൊന്നും അഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ളതാണ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. സോ അടുത്തതെന്ന് വെച്ചാൽ പ്രൊട്ടക്ട്സ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസ്. അതായത് അത് ഗൂഗിള് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എൻക്രിപ്ഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതിനെപ്പറ്റി അത് കുറച്ച് ടൈം കൺസ്യൂമിങ്. സോ നമുക്ക് അതിനെപ്പറ്റി പിന്നെ എപ്പോഴെങ്കിലും പഠിക്കാം. അടുത്തത് helps meet compliance requirements. Many data privacy and system regulations require strong encryption. That includes healthcare data with healthcare data അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുക. അത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അങ്ങനത്തെ പേയ്മെൻറ്റ് ഇൻഡസ്ട്രീസ് അങ്ങനത്തെ ഇതിനൊക്കെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ എൻക്രിപ്ഷന് എപ്പോഴും ഗുഡ് സൈഡിൻ്റെ കൂടെ ഒരു ബാഡ് സൈഡും ഉണ്ട്. അത് റാൻസം വെയറിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ എൻക്രിപ്ഷൻ അതിൻ്റെ ഒരു റാൻസം വെയർ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ വെച്ച് അതിൻ്റെ ഒരു ഇതിനെ എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ ഒരു റാൻസം ചോദിക്കുക. അതാണ് റാൻസം വെയർ നേരത്തെ പറഞ്ഞത്. പിന്നെ കീ മാനേജ്മെൻറ്റ്. എൻക്രിപ്ഷൻ ഇസ് മച്ച് ലെസ് എഫക്റ്റീവ് വിത്ത് ദ ക്രിപ്റ്റോഗ്രാഫിക് കീസ് ദാറ്റ് എൻക്രിപ്റ്റ് ആൻഡ് ഡീക്രിപ്റ്റ് ദ ഡേറ്റ ആർ നോട്ട് സെക്യൂർ. ഓക്കെ, അപ്പോൾ അത് സെക്യൂർ ആയിട്ടുള്ള ഒരു കീ അല്ലെങ്കിൽ, അതായത് ഒരു പാസ്വേഡ് അത് സെക്യൂർ ആയിട്ടുള്ളതല്ലെങ്കിൽ നമുക്കത് വേഗം ബ്രേക്ക് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് കീ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ അതായത് അഡ്വാൻസ്ഡ് GPUs അതൊക്കെ വെച്ച് നമുക്ക് അതിനെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനൊക്കെ നോക്കുന്നതിനാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കുറച്ച് ഇനി നമുക്ക് സെക്യൂറിങ് പേഴ്സണൽ ഡിവൈസസിന്റെ കുറച്ച് ടിപ്സിലോട്ട് പോവാം. സോ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ഫയർവാൾ യൂസ് ചെയ്യാം. വിൻഡോസിനും മാക്കോയ്സിനും ഒക്കെ ഇൻബിൽട്ട് ആയിട്ടൊരു സോഫ്റ്റ്വെയർ കാണും. അതായത് അവരുടെ ഫയർവാൾസ് വെച്ച് അൺഓതറൈസ്ഡ് ആക്സസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാം. പിന്നെ നെറ്റ്വർക്സിനെ കൂടുതൽ സെക്യൂർ ആക്കാം. പിന്നെ ഇൻസ്റ്റാൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ഓൾമോസ്റ്റ് എല്ലാം, പക്ഷെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആവുന്നതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ വൈറസും മാൽവെയർ ഒക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. സോ അതെപ്പോഴും ലേറ്റസ്റ്റ് വേർഷൻസ് യൂസ് ചെയ്യാൻ നോക്കുക. സോ ഇൻസ്റ്റാൾ ആൻറ്റിവൈറസ് എപ്പോഴും ഒരു ആൻറ്റിവൈറസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വിൻഡോസ് ഡിഫൻഡർ ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു നോർമൽ യൂസറിന് അതൊരു ഓക്കെയാണ്, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക അങ്ങനത്തെ ആൾക്കാർക്ക് ആൻറ്റിവൈറസും കൂടി ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇൻസ്റ്റാൾ ആൻഡ് ആൻറ്റി സ്പൈവെയറും ഇടുന്നത് നല്ലതായിരിക്കും. സോ നമ്മൾ സ്പൈയിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ യൂസ് കോംപ്ലെക്സ് പാസ്വേർഡ്സ് ടു പ്രിവെൻറ്റ് നെറ്റ്വർക്ക് ഇൻട്രൂഷൻസ്. പിന്നെ കീപ് യുവർ OSും ആപ്സും ബ്രൗസേഴ്സും എല്ലാം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിലോട്ട് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക. പിന്നെ ഇഗ്നോർ സ്പാം ടു സ്റ്റോപ്പ് ഹാക്കേഴ്സ് ഫ്രം ഇൻഫിൽട്രേറ്റിംഗ് യുവർ സിസ്റ്റംസ്. നമുക്കിപ്പോൾ ചില മെയിൽസൊക്കെ സ്പാം ആയിട്ട് ഇങ്ങനെ കുറേ വരാറുണ്ട്. സോ അങ്ങനത്തെ മെയിൽസൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അത് അവർ അയക്കുന്ന ലിങ്ക്സോ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്സ് ഒക്കെ കാണും. സോ അങ്ങനത്തെ ഇതൊന്നും ഓപ്പൺ ചെയ്യാതെ മാക്സിമം നോക്കുക. അവർക്ക് ചിലപ്പോൾ നമ്മൾ അത് തുറക്കുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ആക്സസ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ബാക്കപ്പ് യുവർ കമ്പ്യൂട്ടർ ആൻഡ് ടു റീബിൽഡ് ഇഫ് നെസസറി. സോ എല്ലാ OSനും അവരുടേതൊരു ബാക്കപ്പ് ഓപ്ഷൻ വിൻഡോസിന്റെ സെറ്റിങ്സിലുണ്ട്. സോ ആ സെറ്റിങ്സ് എപ്പോഴും ബാക്കപ്പ് ഓർ എനേബിൾ ചെയ്ത് ഇട്ട് വെക്കുക. സോ ഇൻ കേസ് എങ്ങാനും എന്തെങ്കിലും ഇപ്പോൾ മാക്കോയ്സിന് അവർ ടൈം മെഷീൻ എന്നാണ് ആ ഒരു സെറ്റിങ്ങിനെ വിളിക്കുന്നത്. വിൻഡോസിന് അവർ ഫയൽ ഹിസ്റ്ററി എന്നാണ് വിളിക്കുന്നത്. സോ അത് വെച്ച് നമുക്കൊരു എക്സ്റ്റേണൽ
ബാക്കപ്പ് ഹാർഡ് ഡ്രൈവിലോട്ട് നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻ കേസ് എങ്ങാനും എന്തെങ്കിലും ഡേറ്റ ലോസ് വന്നാൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഷട്ട് മെഷീൻസ് ഡൗൺ ടു ബിക്കം ലെസ് വിസിബിൾ ഹാക്കർ ടാർഗറ്റ്. ഇപ്പോൾ നമ്മുടെ ഒരു യൂസ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഷട്ട് ഡൗൺ ചെയ്യുക, ലൈക്ക് ഓഫ്ലൈൻ ആകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഫുൾ ടൈം ഓൺലൈൻ ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഫുൾ ടൈം ഓൺലൈൻ ആണെങ്കിൽ അവർക്ക് മാക്സിമം ഹാക്കിങ്ങിന് ട്രൈ ചെയ്യാനുള്ള ഒരു ചാൻസസ് നമ്മൾ കൊടുക്കുക. സോ ആ ഒരു യൂസേജ് കഴിഞ്ഞിട്ട് അതിനെ ഷട്ട് ഡൗൺ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ അടുത്ത യൂസ് വെർച്വലൈസേഷൻ ടു പ്രൊട്ടക്ട് യുവർ നെറ്റ്വർക്ക്. അതായത് ഒരു വെർച്വൽ നെറ്റ്വർക്ക്സോ അങ്ങനത്തെ ഇതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ വെർച്വലൈസേഷൻ എന്ന് വെച്ചാൽ ലൈക്ക് ഡിവൈസിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണെങ്കിൽ കൂടുതൽ വെർച്വൽ മെഷീനിലൊക്കെ ഇട്ട് റൺ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ അതിപ്പോൾ ഈവൻ ഡിവൈസിനെയും പ്രൊട്ടക്ട് ചെയ്യും, നെറ്റ്വർക്കിനെയും അത് പ്രൊട്ടക്ട് ചെയ്യും. ഈവൻ ഐ പി മാസ്ക് ചെയ്യാനുള്ള ആപ്സ് ഒക്കെ കിട്ടും. സോ അതൊക്കെ വെച്ച് നമുക്ക് കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ആപ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാം. പിന്നെ സെക്യൂർ യുവർ നെറ്റ്വർക്ക് ടു ഹോൾഡ് ഇൻട്രൂഡേഴ്സ് ആറ്റ് ബൈ. അത് നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ സെക്യൂർ ആയിട്ട് വെക്കുക. പിന്നെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ആണ്. അതൊരു നമ്മുടെ ഒരു കുറച്ചൊരു ഡിഫൻസ് ലെയർ നമുക്ക് ആഡ് ചെയ്യും. സോ പാസ്വേഡ്സും കഴിഞ്ഞിട്ട് ലൈക്ക് അത് ആക്സസ് ചെയ്യാൻ നമ്മളാണെന്ന് കൺഫേം ചെയ്യണം. സോ അതാണ് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. പിന്നെ യൂസ് എൻക്രിപ്ഷൻ ടു ഹൈഡ് ഇൻഫർമേഷൻ ഫ്രം ഹാക്കേഴ്സ്. ടേൺ ഓഫ് ബ്ലൂടൂത്ത്. ഓക്കെ, അപ്പോൾ ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഒരു ഫ്ലിപ്പർ സീറോ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. സോ അത് വെച്ചൊക്കെ ലൈക്ക് ഈവൻ ഐഫോൺസ് ആണെങ്കിലും ലൈക്ക് നമുക്ക് ഏറ്റവും ഹൈ ആൻഡ് സെക്യൂരിറ്റി ഉള്ള ഡിവൈസസ് ആണെങ്കിലും ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് അവരുടെ ഒരു ടെതറിങ് കീ കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യുകയും നമുക്ക് അവരുടെ ഡേറ്റ ആക്സസ് ചെയ്യാനും പറ്റും. സോ ഫ്ലിപ്പർ സീറോ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ട്. സോ അതൊക്കെ വെച്ച് നമുക്ക് അങ്ങനത്തെ ഡേറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡോണ്ട് യൂസ് അൺസെക്യൂർഡ്. ഓക്കെ, അപ്പോൾ പബ്ലിക് വൈഫൈസിലൊക്കെയാണ് ഈ ഹാക്കേഴ്സ് കൂടുതൽ ലൈക്ക് കൂടുതൽ ഡേറ്റയിലോട്ട് ആക്സസ് കിട്ടാൻ യൂസ് ചെയ്യുന്നത്. സോ പബ്ലിക് വൈഫൈസ് ഒരിക്കലും എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കത്തില്ല. സോ നമുക്ക് അവരുടെ ലൈക്ക് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഡിഫറെൻറ്റ് ടൂൾസ് ഒക്കെ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അവരുടെ IP അഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ ഡിവൈസിലോട്ട് വരെ ആക്സസ് കിട്ടാനുള്ള ഇതുണ്ട്. സോ മാക്സിമം പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ലൈക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ VPN, അതും VPN ലൈക്ക് ട്രസ്റ്റഡ് VPN പ്ലാറ്റ്ഫോംസ് ലൈക്ക് പ്രോട്ടോൺ അങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്ത് വേണം VPNs യൂസ് ചെയ്യുകയാണെങ്കിൽ കയറുക. അതും ലൈക്ക് ഓപ്പൺ പബ്ലിക് VPNs യൂസ് ചെയ്യരുത്. കാരണം അതിലാണെങ്കിലും ഡേറ്റ ബ്രീച്ചിന് ചാൻസ് ഉണ്ട്. സോ ലൈക്ക് അതും അവരുടെ ഹാക്കേഴ്സിൻ്റെ ഒക്കെ ഒരു ടാർഗറ്റ് ആയിരിക്കും. സോ ലൈക്ക് കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള VPN സെർവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഡൗൺലോഡ് സെക്യൂരിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുക. പിന്നെ യൂസ് എ ബെറ്റർ പാസ്കോഡ് ടു പ്രൊട്ടക്ട് യുവർ ഫോൺ. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഫോണിൻ്റെ പാസ്വേഡ്സ് ആണെങ്കിലും ലൈക്ക് 1234 അങ്ങനത്തെ പാസ്വേഡ്സ് ഒന്നും ഇതിൽ കുറച്ചുകൂടെ ലൈക്ക് ഇപ്പോൾ ഗെസ്സബിൾ ആയിരിക്കും. ഇൻ കേസ് ഫോൺ ലോസ്റ്റ് ആയാൽ അവർക്ക് പാസ്വേഡ് വെച്ച് ആക്സസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഡിവൈസിനെ വൈപ്പ് ചെയ്യാം, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോ ഗെസ്സബിൾ ഫോൺ പാസ്വേഡ്സ് ആണ് ഇത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ക്ലിയർ യുവർ ബ്രൗസിങ് ഹിസ്റ്ററി. ലൈക്ക് ഇപ്പോൾ ബ്രൗസിങ് നമ്മുടെ കുക്കീസ് ഒക്കെ ലൈക്ക് ലീക്ക് ആയാലും ഇപ്പോൾ അവർക്ക് പാസ്വേഡ് ഇല്ലാതെ നമ്മൾ ലോഗിൻ ഒക്കെ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കുക്കീസ് ഡേറ്റ ലീക്ക് ആവാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ ബ്രൗസർ ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടേക്കും. ഇപ്പോൾ നമ്മുടെ ഡിവൈസിനോട് ആക്സസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് നമ്മുടെ കുക്കീസ് എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രീമിയം സർവീസോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റയിലോട്ട് തന്നെ സോഷ്യൽ മീഡിയസിലോട്ടൊക്കെ അവർക്ക് ആക്സസ് കിട്ടും. സോ എപ്പോഴും ബ്രൗസർ ഹിസ്റ്ററി ക്ലിയർ ചെയ്തിടാൻ നോക്കുക. പിന്നെ പ്രൊട്ടക്റ്റിംഗ് പേഴ്സണൽ ഡേറ്റ. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ പ്രൈവസീനെ പറ്റിയാണ് നോക്കുന്നത്. സോ അതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? ഡേറ്റ പ്രൈവസി PII എന്നാണ് അതിനെ വേറെ വിളിക്കുന്നൊരു യൂസ് നെയിം. അതായത് personally identifiable information. So the information, one second, we will continue in 2 minutes.
Okay, so let's continue. So let's discuss small key points about data privacy. So protection of personal information. So there are two major, there are few things you have to, uh, few important, several things you need to be reminded about the protection of data privacy. So it involves the protection of personal information, the trust and confidence. That is, uh, it's between the individuals and the organization. So, and another thing is legal and regulatory compliance. It should always follow the rules of the legal status of that country and other uh, laws made to protect the privacy. And otherwise, if any of the rules are violated, they might need to uh, hef- pay hefty fines, and it might damage their reputation. So they need to compliance with legal rules. And another thing is ethical data practices, that the company should always, uh, or as a cybers or any other cybersecurity division, uh, organization should always respect the individuals data privacy. Uh, so that is what is known as ethical data practices. So and preserving individual autonomy. Data privacy empowers individuals to maintain control over their personal information. It allows them to decide how their data is collected, used, and shared. So our autonomy പ്രൊട്ടക്ട് ചെയ്യാനും അത് യൂസ് ചെയ്യും. ഡേറ്റ പ്രൈവസി യൂസ് ചെയ്യും. പിന്നെ ലൈക്ക് ഇപ്പോൾ ലൈക്ക് വേൾഡിലെ ലീഡിങ് ആയിട്ടുള്ള ഒരു ലോ ലോ ഡേറ്റയുടെ ലോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഡിസിഷൻസ് ഗ്ലോബലി അഫക്റ്റ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ആപ്പിളിൻ്റെ iPhone 12 അവർ ലൈക്ക് ഫ്രാൻസ് ബാൻ ചെയ്തു. സോ യൂറോപ്യൻ യൂണിയനിൽ അവർ കേസ് നടക്കുന്നുണ്ട്. സോ അതെന്ന് വെച്ചാൽ അവരൊരു അപ്ഡേറ്റ് പുഷ് ചെയ്തു. അപ്പോൾ ഒരു അപ്ഡേറ്റിൽ iPhone 12 ഒക്കെ ലൈക്ക് ഹൈ, അതായത് അതിൽ അവർ പ്രിഫേർഡ് കൊടുത്തേക്കുന്ന റേഡിയേഷനേക്കാളും കൂടുതൽ റേഡിയേഷൻസ് വരുന്നുണ്ട്. സോ അപ്പോൾ ഫ്രാൻസ് അപ്പോൾ അവരുടെ ഫോൺസ് iPhone 12 ബാൻ ചെയ്തു. സോ അതിൻ്റെ സെയില് തൽക്കാലത്തേക്ക് നിർത്തി വെക്കാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈവൻ iPhone 15 നോക്കുവാണെങ്കിൽ നമ്മൾ C-type ചാർജറൊക്കെ വന്നിട്ടുണ്ട്. സോ അല്ലാതെ ഈവൻ ഫേസ്ബുക്കിനെയൊക്കെ അവരുടെ ഡേറ്റ റെഗുലേഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഒരു പ്രൈവസി ലോസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് യൂറോപ്യൻ യൂണിയൻ. സോ അവരുടെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഗ്ലോബലി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അവര് അവര് ഡിജിറ്റൽ സർവീസസ് ആക്ടും പല ടൈപ്സ് ഓഫ് ആക്ട്സും അങ്ങനത്തെ ഇതൊക്കെ വെച്ച് മാക്സിമം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ data breach and sensitive data. So a data breach is an intentional or unintentional release of confidential data that exposes it to an untrusted environment. So അത് അറിയാതെയോ ലൈക്ക് അറിഞ്ഞുകൊണ്ടോ ലൈക്ക് ഒരു ഡേറ്റ ലീക്ക് ആവുന്നതിനെയാണ് ഡേറ്റ ബ്രീച്ച് എന്ന് വിളിക്കുന്നത്. ഡേറ്റ ബ്രീച്ച് occurs from ലൈക്ക് നേരത്തെ പറഞ്ഞ malicious attacks by criminal hackers, political activities of foreign governments. So അങ്ങനത്തെ ഒരു ഇതിനു വേണ്ടി ഡേറ്റ ബ്രീച്ചസ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ most jurisdictions have implemented data breach notification laws that require organizations who have experienced data breach. അതായത് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു, അപ്പോൾ അതിനെ വേറെ വേറെ ഓർഗനൈസേഷൻസെ ഒക്കെ അറിയിക്കണമെന്നൊരു റൂളുണ്ട്. സോ അതൊരു കാലിഫോർണിയ കൺസ്യൂമർ പ്രൈവസി ആക്ട്. സോ അവരും പിന്നെ GDPR എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയിലൊരു ഓർഗനൈസേഷനാണ് അത് ഡീൽ ചെയ്യുന്നത്. സോ ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഡേറ്റ ബ്രീച്ചോ അങ്ങനത്തെ നടക്കുവാണെങ്കിൽ കോ ഓർഗനൈസേഷൻസിനെയൊക്കെ അറിയിക്കണമെന്നുണ്ട്. സോ അതാണ് ഡേറ്റ ബ്രീച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് ടു പ്രൊട്ടക്റ്റ് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ ഓൺലൈൻ. സോ നമുക്കിപ്പോൾ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ ഡേറ്റ എന്ന് വെച്ചാൽ അതിനെ നമ്മളൊരു ന്യൂ ഓയിൽ എന്നൊക്കെ വിളിക്കുക. അതായത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഡേറ്റ ഒരു
ലൈക്ക് റോങ് ഹാൻഡ്സിലൊക്കെ എത്തിയാൽ അത് ലൈക്ക് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാം. സോ അതിനു വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, റിസ്ക് മാനേജ്മെൻറ്റോ അങ്ങനത്തെ ഇൻഫർമേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സ്റ്റോപ്പ് ഗിവിങ് അവേ യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ. സ്റ്റെപ്പ് 1 ഈസ് ഈസി, അതായത് സ്റ്റോപ്പ് ഗിവിങ് ഇറ്റ് അവേ. അതായത് കോമൺ ആൻഡ് എഫക്റ്റീവ് വേ ടു ഗെറ്റ് പീപ്പിൾസ് ഇൻഫർമേഷൻ ഇസ് ടു സിംപ്ലി ആസ്ക് ഫോർ ഇറ്റ്, വെദർ ബൈയിങ് റീറ്റെയിൽ കാഷ്യർ, ജോയിനിങ് ആൻ ഓൺലൈൻ ഗ്രൂപ്പ് ഓർ ത്രൂ ഫിഷിംഗ് ഇമെയിൽ. സോ നമ്മുടെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ വിളിക്കുകയാണെന്ന് വെച്ചത്, സോ അവർക്കപ്പോൾ ഒരിക്കലും ബാങ്കിൽ നിന്ന് ആക്ച്വലി നമുക്ക് കോൾ വരത്തില്ല. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ചോദിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് നമ്പറോ അങ്ങനത്തെ ഇതൊക്കെ ചോദിച്ചു. അങ്ങനത്തെ ഇൻഫർമേഷൻ നമ്മൾ കൂടുതൽ കൊടുക്കാതിരിക്കുക. അത് യൂഷ്വലി ഫിഷിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ബി സസ്പെക്റ്റഡ് ഓഫ് അൺസോളിസിറ്റഡ് ഇമെയിൽസ്, അതായത് സ്പാം മെയിൽസ്, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ മൊബൈൽ ആപ്പ് പെർമിഷൻസ് എപ്പോഴും നോക്കുക. അതായത് ഇപ്പോൾ ലൈക്ക് ചില ആപ്സ് ഒക്കെ നമ്മുടെ കോൺടാക്ട്സ് ആക്സസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു ചോദിച്ചു, പക്ഷെ അത് ഒരിക്കലും ആവശ്യമില്ലാത്ത ആപ്സ് ആയിരിക്കും. സോ അതൊക്കെ നമ്മൾ ഡിനൈ ചെയ്യുക. പിന്നെ ഫോട്ടോസിനോടുള്ള ആക്സസ്, പിന്നെ GPS ലൊക്കേഷൻ, ഇതൊക്കെ അവർ ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻസ് അവർ അത് കളക്ട് ചെയ്തിട്ട് അവർ റീസെൽ ചെയ്യും. സോ സെൽ ചെയ്യുമ്പോൾ അവർക്ക് പൈസ കിട്ടും. സോ അതൊക്കെ നമ്മൾ ലൈക്ക് എപ്പോഴും നമ്മുടെ മൊബൈൽ ആപ്പ് പെർമിഷൻസ് ചെക്ക് ചെയ്ത് വെക്കുക. സോ അങ്ങനെ ആവശ്യമില്ലാത്തതാണെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്തിടുക, ലൈക്ക് ആ ഒരു പെർമിഷൻസ് ഒക്കെ ഡിനൈ ചെയ്യുക. അടുത്തതെന്ന് വെച്ചാൽ റിവ്യൂ യുവർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി സെറ്റിങ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈവസി സെറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ചെക്ക് ചെയ്തിടുക. പിന്നെ കോൺഫിഗർ ഫൈൻഡ് മൈ ഫോൺ. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ലോസ്റ്റോ ആരെങ്കിലും സ്റ്റോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഫൈൻഡ് മൈ ഫോൺ എപ്പോഴും എനേബിൾ ചെയ്തിടുക എന്ന് പറയുന്നത്. സോ അതാകുമ്പോൾ നമുക്ക് അവരുടെ കറണ്ട് ലൊക്കേഷൻ അറിയാൻ പറ്റും. ലൈക്ക് ഈവൻ നമ്മുടെ ഫോൺ നമുക്ക് ലോക്ക്ഡൗൺ മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മോഡ് വെച്ച് നമുക്ക് നമ്മുടെ ഫോണിനെ ലോക്ക്ഡൗൺ ചെയ്യാൻ പറ്റും. സോ ആ ഒരു ആക്സസ് നമ്മുടെ കയ്യിൽ എത്തിയ ആ ഒരു ആക്സസ് കോഡ് ഇല്ലാതെ നമുക്ക് ലൈക്ക് ആ ഫോൺ ഇരിക്കുന്ന ആൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ടേൺ ഓഫ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഫൈൻഡ് മൈ ഫോണിന്റെ യൂസസ്. പിന്നെ യൂസ് പാസ് ഫ്രേസസ്, അതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് പാസ്വേഡ്സിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ലൈക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ പറയാന്ന് വെച്ചാൽ പ്രൊട്ടക്ടിങ് യുവർ സെൽഫ് ഫ്രം ഡേറ്റ ഓർ ഐഡന്റിറ്റി തെഫ്റ്റ് doesn't have to be complicated, but it is something we all need to address in an increasingly connected and digital world. Use antivirus software and install the latest software patches. സോ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. അതായത് ഒരു ലൈക്ക് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ വേർഷൻസ് യൂസ് ചെയ്യാൻ നോക്കുക. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ സെഷൻ എടുത്തു. ഇനി അടുത്തത് നമുക്കിനി അടുത്ത 2 കേസസ് നോക്കാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഇപ്പൊ തന്നെ ടൈം ഇത്രയും കൺസ്യൂം ചെയ്തിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. സോ നമുക്ക് 2 കേസ് സ്റ്റഡീസ് നോക്കാം. സോ അതായത് ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതായത് 57 million individuals data stolen and technology company have to ransom. സോ ഇത് നടന്നതെന്ന് വെച്ച ഒരു ഫേമസ് ഒരു കമ്പനിയിൽ നിന്നാണ്, അതായത് യൂബറിൽ നിന്നാണ് 57 million ഇൻഡിവിജ്വൽ ഡേറ്റ സ്റ്റോളായി. എന്നിട്ട് ഓക്കെ, അപ്പോൾ 57 million ഇൻഡിവിജ്വൽസിന്റെ ഡേറ്റ സ്റ്റോൾ ആവുകയും എന്നിട്ട് യൂബർ ആ ഹാക്കേഴ്സിനെ കണ്ടുപിടിക്കുക. അവർക്ക് $100,000 ആണ് അവർക്ക് ആ ഒരു ഡേറ്റ ഡിലീറ്റ് ചെയ്യാനും ആ ഒരു ബ്രീച്ച് ക്വയറ്റ് ആയിട്ട് വെക്കാനും അവർ കൊടുത്തത്. സോ അത് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ബ്രീച്ച് ആണ്, ലൈക്ക് ഇത്രയൊരു $multi-million കമ്പനി ആയിട്ടും അവര് ആ ഒരു ഡേറ്റ എന്തുകൊണ്ട് സെക്യൂർ ആക്കാൻ നോക്കിയില്ല. അതാണ് ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ നിങ്ങൾ ഈ യൂബറിന്റെ ഇൻസിഡന്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ട് തരാം. ലൈക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടുപിടിച്ച് ലൈക്ക് നിങ്ങൾ എനിക്ക് അയക്കണമെന്നില്ല. ലൈക്ക് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യുക, എന്തുകൊണ്ട് നടന്നു അതിനെപ്പറ്റി നിങ്ങൾ സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ലൈക്ക് യൂബറിൽ അതാണ്. പിന്നെ അവർ അതിനെ റിസോൾവ് ചെയ്ത് ലൈക്ക് അവർക്ക് അത്രയും എമൗണ്ട് കൊടുത്തു ഹാക്കേഴ്സിനെ കൊണ്ട് ആ ഡേറ്റാസ് ഡിലീറ്റ് ചെയ്തു. പിന്നെ
ലൈക്ക് അത് എന്നിട്ട് യൂറോപ്യൻ യൂണിയൻ അവർ സ്യൂ ചെയ്തായിരുന്നു. സോ അങ്ങനത്തെ ഇതുകൊണ്ട് ലൈക്ക് അവർക്ക് അതിൻ്റെ ഫൈനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇടയ്ക്ക് വെച്ച് വന്നത്. അത് 2019 എന്തോ ആയിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ അതായത് ഒരു ഇൻഎക്സ്പീരിയൻസ് അടുത്ത കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ 20,000 undercover agents data leaked on the dark web by inexperienced hacker. ഓക്കെ, അപ്പോൾ 20,000 അണ്ടർ കവർ ഡേറ്റ ഏജൻസിൻ്റെ ഡേറ്റ, അത് ഇൻഎക്സ്പീരിയൻസ് ഹാക്കർ, അതും FBI അവരുടെ ഇത് ഒരു ലൈക്ക് ഹാക്കിങ്ങിലോട്ട് ഇൻട്രൊഡ്യൂസ് ആയി വരുന്ന ഒരു ആള് US ഗവൺമെന്റ് സിസ്റ്റത്തെ ഹാക്ക് ചെയ്ത് ലൈക്ക് അവരുടെ അത് അണ്ടർ കവർ ഏജൻസ് ആണ്. സോ അവരുടെ ഡേറ്റ ഒരിക്കലും ലീക്ക് ആവാൻ നോക്കണം. സോ അത് ഡാർക്ക് വെബിൽ ലീക്ക് ആവുകയും അവരുടെ അതും 15 year old ആയിട്ടുള്ളൊരു ആളുടേതാണ്, ഹാക്കറാണ് അത് ലീക്ക് ആക്കിയത്. സോ അങ്ങനത്തെ ഒരു അതെന്തുകൊണ്ട് അവർ കൂടുതൽ സെക്യൂർ ആക്കാൻ നോക്കിയില്ല അവരുടെ ഡേറ്റ. സോ അതിനെ കുറച്ച് നിങ്ങളൊരു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്ത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കുക. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു റിസർച്ച് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും. സോ നിങ്ങൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. സോ we will be winding the session soon, within a few minutes. So yeah, we are winding up the session. Thank you. So if you have any questions, you can ask in the chat box. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ ചോദിക്കാൻ? ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Gio, I have 2 questions. Can I ask in the chat box? Yeah, of course. Or you can speak. Ardhin, chat box ഉണ്ട് ആവശ്യമില്ല കേട്ടോ. You can turn on your mic and speak. Gio, you have talked about some antivirus like malware, etc. So we have any computer programs to eliminate this virus from hardware computer or anything else? Okay, so to protect from malware, the best thing you can do is install an antivirus software. Like the free versions of software is enough usually. Like you could use an AVG antivirus software or not security, or like, and you can use different types of security to uh, protect yourself from different threats. So I think so you can use antivirus softwares to protect yourself from different threats and from your data getting breached. Okay. Gio, one So more there is question. another question. Yeah. That is, if we are watching YouTube video, is there arising watch ads? We can eliminate that watch ad from it. Well, YouTube is earning its revenue from its ads and other things. So I think I cannot say How it is anything possible? against it. Well, it is possible, but you can use Brave browser to disable ads.
Like YouTube earns revenue from its advertising, even Okay, okay. Instagram, and so I think I cannot while in this cybersecurity session, I cannot say anything against it. Okay. Okay, so there is another question: is it safe to download cracked version in our system? Like some of them provide safe versions, but like it can also like ചിലതിലൊക്കെ like ഇപ്പോൾ ഹൈഡ് ചെയ്ത് ലൈക്ക് എന്തെങ്കിലും ഒക്കെ മാലീഷ്യസ് സോഫ്റ്റ്വെയർ കാണും. സോ അത് കംപ്ലീറ്റ്ലി സേഫ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ക്വയറീസ്?